ഈശ്വരൻ സഹായിച്ച് യാതൊരു വിഷമവും വേണ്ട. അതെ, അതാണ് ഞാനും പറഞ്ഞത്. അമ്മാവ, ഇതാ ഈ പാല് കുടിക്കണം. വക്കീൽ സാർ, ഇതാണ് വാസന്തി. ഈ കുറുപ്പിയേട്ടന്റെ മോളാണെങ്കിലും എന്റെ കാര്യമെല്ലാം അന്വേഷിക്കുന്നത് ഇവളാണ്. ഒരു പെൺകുട്ടി ഇല്ലാത്തതിന്റെ കുറവ് ഞാനോ ജാനകിയോ അനുഭവിക്കാൻ ഇവൾ ഇടവരുത്തിയിട്ടില്ല. അങ്ങനെ വളരെ സന്തോഷം. എന്റെ എസ്റ്റേറ്റും മറ്റു സ്വത്തുക്കളുമെല്ലാം രഘുവും വാസന്തിയും തുല്യമായി അനുഭവിക്കണം. പക്ഷേ നിന്റെ കാലശേഷമേ അവർക്കതിൽ പൂർണ്ണമായ അവകാശം ഉണ്ടാകൂ. അതുവരെ അതിലെ ആദായമെല്ലാം ഇഷ്ടം പോലെ ചിലവഴിക്കാനുള്ള അധികാരം നിനക്ക്. എനിക്കൊരാദായവും വേണ്ട. ഞാൻ ഇന്നത്തെ പോലെ അങ്ങ് കഴിഞ്ഞോളാം. അത് നിശ്ചയിക്കേണ്ടത് ഞാനല്ലേ? എന്താ ഇനി ഒപ്പിടരുതോ? ഇതിന്റെ ഒന്നും ആവശ്യമില്ലെന്നാണ് എന്റെ അഭിപ്രായം. അത് ശരിയാണ്. പക്ഷെ ആര് കേൾക്കാനാ? പണ്ടേ താൻ പിടിച്ച മുയലിന് 3 കൊമ്പ. നാളത്തെ കാര്യം ആർക്കറിയാം? പോരെങ്കിൽ ഞാനൊരു രോഗി. തുടങ്ങി. ദൈവത്തെ വിചാരിച്ച് അത് പറയാതിരിക്കാമോ? നമ്മുടെ ശ്രീമതിക്ക് രോഗമെന്ന് കേട്ടാൽ പേടിയാ. പക്ഷെ പേടിച്ചാൽ രോഗം പിടിപെടാതിരിക്കുമോ? മരണം മാറി നിൽക്കുമോ? ഈ വിൽപ്പത്തരത്തിലെ നിർദ്ദേശമനുസരിച്ച് സകലതും നടത്തേണ്ട ചുമതല ഞാൻ കുറുപ്പിയേട്ടനെയാണ് ഏൽപ്പിക്കുന്നത്. അതിന്റെ ആവശ്യം ഉണ്ടോ? ഇന്ന് വരെ സകലതിലും കുറുപ്പിയേട്ടൻ എന്നെ സഹായിച്ചു. ഇതുകൂടി ചെയ്ത് അത് പൂർത്തിയാക്കണമെന്നാണ് എന്റെ അപേക്ഷ. പ്രായമായ മകനും അനന്തരവനുമുള്ളപ്പോൾ രഘു ഒരു പാവം. അവന്റെ പഠിത്തം കഴിഞ്ഞിട്ട് മതി എസ്റ്റേറ്റ് കാര്യങ്ങളിൽ ഇടപെടുന്നത്. പിന്നെ പ്രതാപൻ, അവന്റെ പെരുമാറ്റവും രീതിയും ഒന്നും എനിക്ക് തീരെ പിടിക്കുന്നില്ല. എസ്റ്റേറ്റ് കാര്യങ്ങളിൽ അവനെ ചുമതലപ്പെടുത്തിയതാണ് അബദ്ധമായത്. അതിൽ പിന്നെ അവന്റെ മട്ടാകെ മാറിപ്പോയി. പ്രതാപന്റെ കാര്യമൊന്നും ഇതിൽ പറഞ്ഞിട്ടില്ലേ? അവൻ അർഹിക്കുന്നത് അവന് നൽകാൻ വ്യവസ്ഥ ചെയ്തിട്ടുണ്ട്. അടങ്ങി ഒതുങ്ങി ജീവിച്ചാൽ യാതൊരു ബുദ്ധിമുട്ടും കൂടാതെ മാനമായി ജീവിക്കാനുള്ള വക മാസം തോറും അവന് കിട്ടും. എന്താ പോരെ? ആ പിച്ചക്കാശ് എനിക്ക് വേണമെങ്കിലും പ്രതാപ, ആരുടെയും ധർമ്മം കിട്ടാനല്ല ഞാൻ പണിയെടുത്തത്. അമ്മാവൻ ഹാർട്ട് അറ്റാക്ക് വന്നതിന് ശേഷം രാപ്പകൽ എസ്റ്റേറ്റിലെ കാര്യങ്ങൾ നോക്കാൻ ഞാൻ മെനക്കെട്ടതിന് മതിയായ ആദായവും നിനക്ക് കിട്ടി. എനിക്കത് മനസ്സിലായിട്ടില്ലെന്നാണോ നീ കരുതിയത്? എനിക്കറിയാം അവസാനം ഇത് പറയുന്നു. എങ്കിലും ഞാൻ എന്റെ സ്വന്തം കാര്യം പോലെ സകലതും നോക്കി. എന്നിട്ട് എന്നോട് ചോദിക്കാതെ ബില്ല് എഴുതി വെച്ച് എന്തു പറഞ്ഞടാ? നിന്നോട് ആലോചിക്കണമെന്ന്. വിരുന്ന് വന്നവൻ വീട്ടുകാരനായോ? ഇനി ഒരു അക്ഷരം ശബ്ദിച്ചാൽ ഒരൊറ്റ പൈസ പോലും എന്റെ പട്ടിക്ക് വേണം. പൈസ ഇരിക്കണം. അമ്മാവനും അനന്തരവളും രണ്ടുപേരും കൂടി മേലാലെല്ലാം നോക്കിക്കൊള്ളണം. എന്നെ ഇനി എന്ത് കാക്കണ്ട. തെമ്മാടി, ഒരു പൈസ പോലും അവനെ കൊടുക്കരുത്. എങ്കിലേ അവന്റെ അഹങ്കാരം അവസാനിക്കും. ചെറുപ്പമല്ലേ, അങ്ങനെയൊക്കെ പറഞ്ഞെന്നിരിക്കും. നമ്മളിതൊന്നും കാര്യമാക്കേണ്ട ആവശ്യമില്ല. ഒപ്പിട്ടാട്ടെ. നല്ല ചുറുക്കായിട്ട് ജോലി ചെയ്യണം കേട്ടോ. അതെ അതെ, കൈമന അടിക്കുന്നത് പോലെ. എന്തെങ്കിലും കൂടെ പറഞ്ഞ കൊടങ്ങിട്ടോണ്ട് എന്നെ ശരിക്കും അറിഞ്ഞുകൂടാ കേട്ടോ. ഒറ്റ കൈമണി അടിച്ച ഈ തോട്ടം മുഴുവൻ കിളിങ്ങും, അറിയാമോ? ഒച്ചേ, അത് നീ എന്നെ ഭാര്യയായിരുന്നല്ലോടി. നിന്റെ ചേടത്തിക്ക് നാക്കൊണ്ടോന്ന് വാ പൊളിച്ചു നോക്കണ്ടിരുന്നു. അമ്പേ, നിന്റെ കഴുത്തിന് ചുറ്റും നാക്കാണല്ലോടി. എന്തിനാ അത് കാണാൻ ഇങ്ങോട്ട് എഴുന്നള്ളിയത്? നിങ്ങൾക്ക് ഇവിടെ എന്ത് കാര്യം? വന്ന വഴിയെ പോയാട്ടെ. താൻ എവിടെ പോയി തൊലഞ്ഞിടും? തന്നെ അന്വേഷിക്കാത്ത സ്ഥലമില്ലല്ലോ. അയ്യോ, ഈ പറയുന്നത് കേട്ടോ. തോട്ടത്തിൽ ശരിക്കും ജോലി നടക്കുന്നുണ്ടോ നോക്കില്ലായിരുന്നു. എടോ, താൻ ഉടനെ ചെന്ന് നമ്മുടെ ജോലിക്കാരോടെല്ലാം പറയണം. അവർ താമസിക്കുന്ന വീട്ടിന്റെ വാടകയും പുരയിടത്തിന്റെ പാട്ടവുമെല്ലാം ഇന്നു മുതൽ എന്റെ കയ്യിലേ തരാവൂ. ഒറ്റ പൈസയും മറ്റാര് ചോദിച്ചാലും കൊടുത്തു പോരുന്നു. അയ്യോ, ഇപ്പൊ മുതലാളി. മുതലാളിയോ? എന്നേക്കാൾ വലിയ മുതലാളി ആരുടെ തോട്ടത്തിൽ? ഒരു തെണ്ടിയില്ല. എന്ത് പറഞ്ഞോ? അല്ല, മാനേജർ സാറാ വലിയ മുതലാളി എന്ന് പറഞ്ഞതേ ഉള്ളേ. പൊയ്ക്കോ. ഓ, നീ കണ്ടോടി? പെണ്ണുങ്ങൾ കിടന്ന് ഇത്ര അഹങ്കരിക്കാൻ ആണുങ്ങളെ കണ്ട ഒരു ബഹുമാനില്ലേ? അങ്ങനെ മര്യാദക്ക് പോ. ഇവിടെ ആരുമില്ലേ? എടാ, എല്ലാം ചത്തൊടുങ്ങിപ്പോയോ? അതോ വല്ല കൊട്ടോടി അടിച്ച് തിരക്കടിച്ച് കിടക്കുകയാണോ ഇനി? എടാ ഫൈൽമേ, പക്കീരേ, അല്ലേ ഇതെന്തോ ആടാ നിന്റെ ഈ വേഷം? ഒരു മണി തറവേല ചെയ്യായിരുന്നപ്പാ. അതെന്താണപ്പാ തറവേല? തറവേല എന്ന് പറഞ്ഞ ഈ ബക്കി ബിസ്കി. എടാ, എഴുന്നേറ്റ് നടക്കാൻ വയ്യാത്തവൻ ഈ കിസ്മത്തിന് വെച്ച് പോണോ എന്ന് പറഞ്ഞാല് പക്കീര് പഴയ ഒരു വരുമാനാണ്.
അപ്പൊ അത് മറക്കാൻ പറ്റുമെന്ന്. അപ്പോഴേ നിന്റെ മറ്റവന്മാരൊക്കെ എന്ത് ചെയ്യും? ഒന്ന് വിളി കാണട്ടെ. എടാ തല്ലുവള്ളി തങ്കപ്പ, എടാ മടിയം ബാജി. ഭാസി, മോനെ ഭാസി, എഴുന്നേക്കടാ. ഇങ്ങനെ ഉറങ്ങിയാലോ? ഭാസി, ശല്യം. ആരാത്? കണ്ണ് തുറന്ന് നോക്കടാ. ഞാനാണ് നിന്റെ അച്ഛൻ. അച്ഛനോ? അച്ഛനോ? കുരുത്തം കെട്ടവനെ, അതും നിനക്ക് സംശയമാണോ? പെണം കണ്ട നമ്മൾ തമ്മിൽ ഇതിനു മുമ്പ് നേരിട്ട് പരിചയമില്ലാത്തത് കൊണ്ട് ചോദിച്ചതാ. ഇന്നെങ്കിലും തമ്മിൽ കണ്ടത് സന്തോഷമായി. എന്ത് ചെയ്യാൻ മോനെ, ഈ ജനിക്കുന്നതിന് മുമ്പേ ഞാൻ മരിച്ചുപോയി. അതെന്റെ കുറ്റം കൊണ്ടല്ല. എന്നോട് പറഞ്ഞിരുന്നെങ്കിൽ ഞാൻ നേരത്തെ ജനിക്കാൻ ശ്രമിച്ചേനെ. വിഡ്ഢിത്തം പറയാതെ കേക്ക് മോനെ. നീ ഇങ്ങനെ ഉറക്കം തൂങ്ങിയായി കഴിയേണ്ടവനാണോ? നീ ഒരു പോലീസുകാരന്റെ മകനല്ലേ? ആണോ? അച്ഛൻ പറയുന്നതുകൊണ്ട് വിശ്വസിക്കാം. മഹാഭാവി, ദൈവത്തിന് നിരക്കാത്തത് പറയരുത്. കേക്ക്, നീ എന്നെ പോലായി തീരണമെന്നാ എന്റെ ആഗ്രഹം. ചത്തുപോകണമെന്ന് നല്ല സ്നേഹമുള്ള അച്ഛൻ. എന്നെ പോലെ ഒരു പോലീസുകാരനായി നടപ്പില്ല അച്ഛാ. വേറെ വല്ലതും പറ. എന്താണ് നിനക്ക് പോലീസുകാരനായാൽ? എന്നെ പോലീസിലെടുക്കൂല. കാരണം ഒന്നാമത് എനിക്ക് വണ്ണം പോരാ, രണ്ടാമത് എനിക്കല്പം കുടവയറ് കുറവാ, മൂന്നാമത് എനിക്കല്പം പേഴ്സണാലിറ്റി കുറവ്. ഭാസി മോനെ, എന്റെ പോലീസ് ഡ്രസ് അല്ല ആ പഴയ പെട്ടിയിലുണ്ട്. എന്റെ മോൻ അത് നന്നായിട്ട് ചേരും. നീ ആ ഡ്രസ്സെല്ലാം ഇട്ട് പോലീസിൽ ചേർന്ന് ഇപ്പോഴത്തെ ചില വലിയ ഏമാന്മാരെ പോലെ കസറുന്നത് കാണാൻ എന്റെ കണ്ണ് കൊതിക്കുന്നടാ മോനെ. എന്നെ തങ്കപ്പെടാ ഇല്ല. ഇന്ന് ഏതായാലും പറ്റൂല, നാളെ നോക്കാം. ഞാനൊന്ന് ഉറങ്ങട്ടെ. എഴുന്നേക്ക്, എഴുന്നേക്ക്. ശല്യമായല്ലോ. എന്റെ ഈശ്വര, ഒന്ന് ഉപദ്രവിക്കാ അച്ഛാ. അച്ഛനോ? ഇനി മേലാൽ നിങ്ങൾ താമസിക്കുന്ന കെട്ടിടത്തിന്റെയും കൃഷി ചെയ്യുന്ന സ്ഥലത്തിന്റെയും വാടകയും പാട്ടവും മാനേജർ സാറിന്റെ കൊടുക്കാവൂ. വേറെ ആര് ചോദിച്ചാലും കൊടുക്കരുത്. മനസ്സിലായോ? ആ, ഞമ്മക്ക് പുടി കിട്ടി. എന്തോന്ന് പൊടി കിട്ടി? ഇന്ന് മുതലെ കൊണ്ട് ആ. വാടകയും പാട്ടവും ഒരു പഹേന്റെ കയ്യിലും കൊടുക്കല്ലേ. അത് നമ്മളേറ്റ്. ആര് വന്ന് ചോദിച്ചാലും ഒരു പൈസന്റെ ചില്ലി ഞമ്മള് കൊടുക്കൂല. ഏറ്റുന്ന്. എടാ, മാനേജറുടെ കയ്യിലല്ലാതെ മറ്റാരുടെയിലും കൊടുക്കരുതെന്നാ പറഞ്ഞത്. അത് തന്നെ അപ്പാ ഞമ്മളും പറഞ്ഞ്. ഒരു പഹേന്റെയിലും കൊടുക്കൂലെന്ന്. ആരടാ നിന്റെ പകൻ? നിങ്ങള് തന്നെയാണെന്ന് വെച്ചാ. എന്തിനാണ് ഞങ്ങളെല്ലാം കൂടെ ചിരിക്കുന്നത്? വാടക പിരിക്കാൻ വരുമ്പോ കാണിച്ചു തരാം. അല്ലേ പിരിക്കാനെങ്ങാട് വന്നേര്. അപ്പൊ പിരിച്ചു തന്നെ വിട്ടേക്കാം. ഇങ്ങനെ സദാ അടച്ചുപൂട്ടി ഈ മുറിക്കകത്ത് തന്നെ ഇരുന്നാലോ? പുറത്തിറങ്ങി ധാരാളം കാറ്റ് കൊള്ളണമെന്നല്ലേ ഡോക്ടർ പറഞ്ഞത്? ഇത് വായിച്ചിരുന്ന് സമയം പോയതറിഞ്ഞില്ല. എന്ത് സുഖമാണെന്നോ ഈ ഗീതാരഹസ്യം വായിക്കുന്നത്. എന്ത് സുഖമായാലും നടക്കാൻ പോയേ ഒക്കൂ. ശരി, വാ പോകാം. എനിക്ക് അല്പം ജോലിയുണ്ട്. വാസന്തി കൂടെ വരും. ഞാൻ വരാം മാവ. ബേഷ്, നിനക്ക് ഒരു ജോലി കൂടിയായി. അമ്മ അവനെ നടക്കാൻ കൊണ്ടുപോവുക. അതൊരു ജോലിയല്ല മാവ, ഒരു ഭാഗ്യമാണ്. ഗുസ്തിയും ബഹളവും നിനക്കൊക്കെ സദാ ഉത്സാഹം. വേണ്ടത് തരാൻ ആളുണ്ടെങ്കിൽ പിന്നെ ആകരുത്. നാളെ മുതൽ എല്ലാം വേറെ പണി അന്വേഷിച്ചു വേണം പള്ള അറിയണമെങ്കിൽ. എന്ത് പറ്റിയ മാൻ? എല്ലാം കഴിഞ്ഞടാ സോമ. ആ മൂപ്പിന്ന് തോട്ടവും സ്വത്തുമെല്ലാം ഭാര്യയുടെയും മകന്റെയും പേർക്ക് ബില്ലെഴുതി വെച്ച് കഴിഞ്ഞു. ഇരുന്ന് വാണയെടുത്ത് എരുന്നുണ്ണാൻ ഈ പ്രതാപനെ കാണുകയില്ല. ഞാൻ നാട് വിട്ടു പോകും. അയ്യോ, പിന്നെ ഞങ്ങൾ തോട്ടത്തിൽ കൂലിപ്പണിക്ക് പോയി, അല്ലെങ്കിൽ നാട് മുഴുവൻ തട്ടിപ്പറിക്കും. ഏമാൻ ഇങ്ങനെ പറഞ്ഞാൽ അങ്ങേ വിശ്വസിച്ചിരുന്ന ഞങ്ങളെ കൈവിട്ടാൽ? എല്ലാരെയും എന്നെ കൈവിടുമ്പോൾ ആര് കൈവിട്ടാലും ഞങ്ങളുണ്ടായമാന്റെ പുറകെ എന്ത് ചെയ്യണമെന്ന് പറയണം. പറഞ്ഞാൽ അക്ഷരം പ്രതി നടത്തും. ശരി. എന്നാൽ ഇന്ന് രാത്രി
എന്റെ മോള് കരയാന്ന്. അച്ഛനോടാണ് എന്റെ മോള് കരയുക. കരയാതെ എന്ത് ചെയ്യും? എത്ര നേരമായി ഞാൻ കാത്തിരിക്കുന്നു. ഞാൻ ഒറ്റയ്ക്കാണെന്ന് പോലും അച്ഛൻ ഓർമ്മിച്ചില്ലല്ലോ. എന്ത് ചെയ്യാം മോളെ, നിന്റെ അച്ഛൻ ഭാഗ്യം കെട്ടവന്. അല്ലെങ്കിൽ എന്റെ മോളിങ്ങനെ ഒറ്റയ്ക്കിരുന്ന് കരയേണ്ടി വരുമായിരുന്നു. നിന്റെ ചേച്ചി നിറഞ്ഞ 18 വയസ്സിലല്ലയോ ആ കല്ലുവെട്ടാൻ കുഴി വീണ് മരിച്ചത്? നിന്റെ അനിയത്തി ആ മാലിനി നമ്മളെല്ലാം മുഖത്ത് കരിയും തേച്ചുണ്ട് ആരുടെ കൂടെ വിളിച്ചോടിപ്പോയില്ലേ? അന്ന് കിടപ്പിലായി നിന്റെ അമ്മ പിന്നെ എണീറ്റിട്ടുണ്ടോ? അവൾ എന്നെയും നിന്നെയും വെട്ടിച്ചങ്ങ് സ്വർഗത്തിൽ പോയില്ലയോ? നീ ഇല്ലായിരുന്നെങ്കിൽ ഞാനും പുറകെ. അയ്യോ എന്റെ അച്ഛ, അങ്ങനെ പറയല്ലേ. അച്ഛൻ മാത്രമല്ലേ ഉള്ളൂ എനിക്ക്. അതുകൊണ്ടല്ലേ മോളെ ഞാനിങ്ങനെ നാണം കെട്ടാണെങ്കിലും ജീവിക്കുന്നത്. എന്നാലും അതെല്ലാം ഓർക്കുമ്പോ എനിക്ക് ഭ്രാന്ത് പിടിച്ചു പോകുമെന്ന് തോന്നും. അപ്പോഴാ ഞാൻ ഇച്ചിരി കുടിച്ചു പോണത്. കുടിച്ചാൽ മറക്കുമോ അച്ഛ? ഇല്ല മോളെ, എത്ര കുടിച്ചാലും ആ ദ്രോഹിയുടെ കാര്യം മറക്കില്ല. മാലിനി എവിടാണെന്ന് പോലും അറിയാൻ കഴിഞ്ഞില്ലല്ലോ അച്ഛ. മാലിനി പെറ്റതള്ളിയും തന്റെയും കൂടപ്പുറപ്പിനെയും മറന്നിട്ട് കണ്ണിക്കണ്ട ഏതോ തെണ്ടിയുടെ പിറകെ ഒളിച്ചോടിപ്പോയ മഹാപാപി. അവളെ ഞാൻ എന്റെ കണ്ണി കണ്ടിരുന്നെങ്കിൽ 100 ആയുസ്. അതിന്റെ അടുത്ത മുറിയിൽ കൊണ്ടുപോയിരിക്കും. എത്ര നേരമായി ഞാൻ കാത്തിരിക്കുന്നു. കാത്തിരുന്നതിന് പറ്റിയ സമ്മാനം കൊണ്ടുവന്നിരുന്നു. അതെല്ലാം എന്താണ്? നിനക്ക് അണിയാനുള്ള ആഭരണങ്ങൾ, ഇഷ്ടം പോലെ ചിലവഴിക്കാനുള്ള പണം. ഉള്ളതോ? വിശ്വാസമില്ലെങ്കിൽ പോയി നോക്ക്. അതെല്ലാം എവിടുന്നാണ്? അപ്പം തിന്നാൽ പോരെ, കുഴി എണ്ണണോ? ഹാർട്ട് അറ്റാക്ക് തന്നെ. ഉറക്കത്തിലായിരിക്കണം. ഇത്ര പെട്ടെന്ന് വീണ്ടും ഇത് വരുമെന്ന് കരുതിയില്ല. മിനിഞ്ഞാന്നാണ് ബില്ല് എഴുതി വെച്ചത്. ഇപ്പൊ ഇതായിക്കത് പറഞ്ഞിട്ടെന്ത് കാര്യം? എന്താ എന്തുണ്ടായി? നീ ഇവിടെ ഇന്നലെ ഇല്ലായിരുന്നു? ഇല്ലായിരുന്നു, എസ്റ്റേറ്റിലായിരുന്നു. നിന്റെ അമ്മാവൻ എല്ലാം കഴിഞ്ഞു പ്രതാപം. പാവം രഘു ഇതറിയുമ്പോൾ അവന്റെ അച്ഛന്റെ മൃതദേഹം കാണുവാൻ പോലും അവന് ഭാഗ്യമില്ലാതായിപ്പോയി. അതെന്താ? കോളേജിൽ നിന്ന് എങ്ങാണ്ടോ എക്സ്കർഷന് പോകണമെന്ന് അവന്റെ എഴുത്ത്. എക്സ്കർഷൻ തകർത്തട. വാസ്തവം ഒരാഴ്ച കഴിഞ്ഞു പോയത് അറിഞ്ഞില്ലേ? എങ്ങനെ അറിയും? കാതരാക്ഷികളുടെ കൺമുനക്കുത്തല്ലേ. ഭാഗ്യവാൻ. ഒരു എക്സ്പ്രസ് ടെലഗ്രാം നിനക്കുള്ളതാ. ഫാദർ സീരിയസ് സ്റ്റാർട്ട് അറ്റംപ്റ്റ്സ് ഗോവിന്ദക്കുറുപ്പ്. മധു, എവിടാനൊന്നും ഉണ്ടായി. നീ സമാധാനമായി. എനിക്ക് ഉടനെ പുറപ്പെടണം. 5 മണിക്കൊരു വണ്ടിയുണ്ട്. നീ വേഗം തയ്യാറാണ്. ആരെങ്കിലും കണ്ടാൽ കാര്യം കുഴപ്പമാകില്ലേ? നിന്നോട് പ്രത്യേകം പറഞ്ഞിട്ടില്ലേ ഇവിടെ വരുന്നത്? 2 ദിവസം കാത്തിരുന്നിട്ടും രഘുവിനെ കണ്ടില്ല യജമാനെ. അത് പറയാൻ വന്നതാ. അവൻ ഇന്ന് വൈകുന്നേരത്ത് വരുന്നുണ്ട്. തീവണ്ടി ഓഫീസിൽ വരുന്ന വഴിക്ക് തന്നെ കാര്യം നടത്തണം. എല്ലാം സൂക്ഷിച്ചു വേണം കേട്ടോ. സ്വന്തം വീട്ടിൽ തന്നെ ശത്രുക്കളുണ്ട്. വഴിയിൽ ആപത്തും സൂക്ഷിക്കണം. ഒരു ബന്ധു.
ആരുടെ കൈ കൊടുത്തയക്കാനാണ്? അച്ഛനും ഇവിടെ ഇല്ലല്ലോ. പയലുമാൻ പക്കീർച്ച എന്ന് പറഞ്ഞ ഈ ഭൂമി മലയാളം മുയിക്കനും അറിയുമായിരുന്നു. ഗുസ്തിക്കാരനാണോ? ആയിരുന്നു. ആയിരുന്നു. പണ്ടെങ്ങാണ്ട് ഗുസ്തി പിടിച്ചിട്ടുണ്ടെന്നും പറഞ്ഞ് ഈ എഴിച്ചിടക്കാൻ വയ്യാത്ത പകയൻ ഡീ കടിച്ചോണ്ട് നടക്കുകയാണ്. ഇപ്പൊ തേയിലത്തോട്ടത്തിൽ തേയില തൂക്കുന്നതാണ് ഇയാടെ ഗുസ്തി. സഹായം ചെയ്യാവോ? ഈ കത്ത് പോസ്റ്റിലടിക്കാനല്ലേ നമ്മൾ ഏറ്റ്. അല്ല, ഇന്ന് സന്ധ്യ കഴിഞ്ഞ് വരുന്ന തീവണ്ടിയിൽ കൃഷ്ണമേനോൻ അമ്മാവന്റെ മകൻ വരും. ആളറിയാമോ? ഞമ്മക്കറിയാമെന്ന്. കഴിഞ്ഞ ആണ്ടി കൊച്ചശമാൻ വന്നപ്പാ ഞമ്മളൊരു നോട്ടം പാച്ചാക്കിയിട്ടുണ്ട്. പാച്ചുള്ളയുടെ മോളാ. പാച്ചുള്ളയുടെ മോള? അതെന്നെ. കഴിഞ്ഞ കൊല്ലം നമ്മുടെ തോട്ടത്തിൽ നിന്ന് ഒളിച്ചോടി പോയ ഒരു പെണ്ണില്ലേ, അവിടെ ഏടത്തെയാ. ജയന്തി. ജയന്തി, നീ ഇവിടെ ജോലിക്ക് വന്നിട്ട് എത്ര കാലമായി? കഷ്ടിച്ചൊരു 6 മാസമായി. തന്നോട് ചോദിച്ചോ? ഇല്ല. ജയന്തി, നാളെ മുതൽ നീ ഓഫീസിൽ ജോലിക്ക് വരണം. അവിടുത്തെ ജോലിക്കാരി പോയി. നിന്റെ ഭാഗ്യ കൊച്ചേമാൻ ഇങ്ങനെ തോന്നിയത്. നാളെ മുതൽ നീ ഇലയും കൊള്ളണ്ട, മഞ്ഞും കൊള്ളണ്ട, വെയിലും കൊള്ളണ്ട. ആഫീസിൽ ഒന്ന് സുഖമായിട്ട് താമസിച്ചോ. അച്ഛനോട് ചോദിക്കാതെ എനിക്ക് മറുപടി പറയാൻ വയ്യ. ചോദിച്ചിട്ട് പറഞ്ഞാൽ മതി. പാച്ചുപിള്ളേ ഞാൻ പ്രത്യേകം ചോദിച്ചതായി പറയണം കേട്ടോ. എനിക്ക് തീരെ വേണ്ടാഞ്ഞിട്ടാ മോളെ. എന്ന് പറഞ്ഞാൽ ഒക്കുമോ? 3 ദിവസമായില്ലേ എന്തെങ്കിലും കഴിച്ചിട്ട്. രഘുചേട്ടൻ വരുമ്പോൾ അമ്മ ഇങ്ങനെ തളർന്നു കിടന്നാൽ ചേട്ടൻ എത്ര സങ്കടപ്പെടും. അമ്മ എണീക്കണം. എന്റെ കുഞ്ഞിഞ്ഞു വന്നിരുന്നെങ്കിൽ. ഇന്ന് വരും അമ്മേ. ചേട്ടനോട് സംസാരിക്കാനുള്ള ശക്തിയെങ്കിലും വേണ്ടേ? അമ്മ ഇത് കുടിക്കണം. തീവണ്ടി വരാറായോ മോളെ? ഇപ്പൊ വന്ന് കാണും. കൊച്ചയമാനൻ 1ാം ക്ലാസ്സിലായിരിക്കും വരുന്നത്. തനിക്ക് ബഹരമുണ്ടാടോ? വലിയശമാന്റെ മോൻ 1ാം ക്ലാസ്സിൽ വരാനാ? 10ാം ക്ലാസ്സിലല്ല വരുമോടോ ആശിപ്പിള്ളേ? പക്ഷേ തന്നോട് ക്ലാസിന്റെ കാര്യം പറഞ്ഞ് എന്റെ കർണക്കുറ്റിക്ക് വേണം അടിക്കാൻ. എന്നാ അടിക്കട്ടാ, പിന്നെ പിണങ്ങല്ലേ. കത്ത് കായല്ല, കത്ത് എഴുത്തെന്നും പറയും. ഫൂൾ. ആള് തെറ്റിപ്പോയെന്നാ തോന്നുന്നത്. മുടി കിട്ടാത്ത ഭാഷ പല്ല് പറഞ്ഞ പഹയന്റെ ടാങ്കിലടിച്ച. തന്റെ ഒരു ടാങ്ക് എടുത്ത് ആരെങ്കിലും ഇതുവരെ അടിച്ചിട്ടുണ്ടോ? കൊച്ചമാനി വരെ എത്ത്. ഇടി ഏറ്റു ഇല്ലയോ ഫയൽമാനെ? ആണും പെണ്ണും തിരിച്ചറിഞ്ഞുകൂടാത്ത തന്നെ ഫയൽമാൻ എന്ന് വിളിക്കുന്നല്ലോ. നാണക്കേട്. തോട്ടത്തിലെ കൊച്ചേമാൻ? അതെ, ഞാൻ തന്നെ. അച്ഛൻ എങ്ങനെ ഇരിക്കുന്നു? ഇതാ ഒരു എഴുത്തുണ്ട്. നിങ്ങൾ? ഞങ്ങൾ തോട്ടത്തിലെ തൊഴിലാളികളാണ്. അവിടെ വയ്ക്കൂ. ഈ സാധനങ്ങളെല്ലാം നിങ്ങൾ നേരെ കൊണ്ടുവയ്ക്കുള്ളൂ. ഞാൻ വന്നേക്കാം. മുട്ട തലയിൽ എടോ ഒറ്റക്ക് താങ്ങൂല്ല. ഇത് ഭയങ്കര ഭാരമാണ്. ഹാറ്റല്ലേ ഹാറ്റ്. എടോ, ആ തൊപ്പിയും കണ്ണാടിയും വച്ചോണ്ട് വരുന്നതല്ലേ കൊച്ചാമാൻ? അതെ അതെ, എല്ലാരും തയ്യാറായിരുന്നു. എടോ ബാശിപ്പിള്ളേ, ഇഞ്ഞൊരിച്ചിരി നേരം താമ്പടിക്ക്. നമ്മളൊന്ന് യശമാനാവാ. അത് ശോഭിക്കത്തില്ല പക്കീറേ. വേല ഇറക്കിയാലേ നമ്മൾ ഇപ്പൊ താഴെ ഇടും. താഴത്തിട്ടോ, പക്ഷെ ബംഗ്ലാവ് ചെല്ലുമ്പോ കൊച്ചേമാൻ തരുന്ന സമ്മാനം കൂടെ വാങ്ങിച്ചോണം. എടാ പഹയാ. പക്കീറേ,
അയ്യോ തലയടിച്ചു ദ്രോഹി അളിയോ ഞാനൊന്ന് പോയി ചായ പിടിച്ചോണ്ട് വരട്ടെ. എന്റെ അമ്മയെ കച്ചവടം ഒതുങ്ങിയെന്നാ വിചാരിച്ചത്. അവന്മാര് വന്നില്ലായിരുന്നെങ്കിൽ. നിങ്ങളെന്താ നിന്ന് കളഞ്ഞത്? ആത്തേക്ക് വരും. ഏമ മുമ്പേ നടന്നാട്ടെ, ഞങ്ങൾ പുറകെ വരും. അയ്യോ ഭഗവാന്, എന്തെല്ലാം അനുഭവിച്ചാൽ ഈ ജന്മം കൊടുക്കും. ഇങ്ങനെ ബഹളം കൂട്ടിയാൽ രഘുവിന്റെ മനസ്സ് കൂടുതൽ കുഴപ്പത്തിലാകുകയുള്ളൂ. 1-2 ആഴ്ച സ്വസ്ഥമായിരുന്നാൽ എല്ലാം ശരിപ്പെടുമെന്നാണ് ഡാക്ടർ പറഞ്ഞത്. മോനെ മോനെ, വാസന്തി നിന്നെ കാണാൻ വന്നതാ. നമസ്കാരം. എന്ത് വേണം? കരയുന്നു. എല്ലാരും കരയുന്നു. അമ്മ കരയുന്നു, അമ്മാവൻ കരയുന്നു, വന്ന പെണ്ണും കരയുന്നു. ചേട്ടൻ മാത്രം കരയുന്നില്ല. മിടുക്കൻ. രഘു, നീ വാസന്തി ഓർമ്മിക്കുന്നില്ലേ? വാസന്തി, വാസന്തി, നല്ല പേര്. എവിടെയാ വീട്? വാസന്തി എന്താ പോയത്? വാസന്തിനോട് പിണക്കമാണോ അമ്മാവ? ഇല്ല കുഞ്ഞെ, അവൾക്ക് നിന്നോട് പിണങ്ങാൻ കഴിയില്ല, ഒരിക്കലും കഴിയില്ല. ഇത്രയും കടലാസ് അടിച്ചു വിട്ടിട്ട് ഒരൊറ്റ കൊലക്കേസോ തൂങ്ങിച്ചാകലോ ആണും പെണ്ണും കൂടെ ഒളിച്ചോടിപ്പോയെന്ന് വല്ലോ ഉണ്ടോ? ഇവന്മാരുടെ ഒരു പത്രം നടത്തല്. മാനേജർ സാർ ഇല്ലേ? എന്ത് വേണം എന്ത് വേണം? ഞാനിപ്പോ ഒരര മാനേജരാ. അതെങ്ങനാ കൈമണി മൂത്ത മാനേജർ ആകുമോ? അതന്നെ ഒരു ഇരുത്തിരുത്തിയായിരുന്നല്ലോ കൊച്ചെ. ആയിക്കോ. പഴുപ്പം പാച്ചുകളുടെ മോളല്ലേ? പഴുപ്പനും ഞാനും പണ്ടിനാലേ ഗുലാൻസ, അറിയാമോ? എനിക്കറിയേണ്ടതേ മാനേജർ സാർ ഇവിടെ ഉണ്ടോന്നാണ്. എന്തിന്? മാനേജർ സാർ പറഞ്ഞു ഇവിടെ ജോലിക്ക് വരണമെന്ന്. ഞാനാ പറഞ്ഞത്. നിങ്ങളോ? യെസ്, ദിസ് മാൻ. ഞാനാ പറഞ്ഞ പഴുപ്പം പാച്ചുള്ളയുടെ മകൾ. മിടിക്കിയ, പാവമ, പറഞ്ഞാ കേൾക്കുന്നവളാ. അനാവശ്യം പറഞ്ഞ കരണത്തടിക്കുന്നവളാ. അടിക്കണം അടിക്കണം. പക്ഷേ ആളെന്തൊരു നോക്കി വേണം. അല്ല പോവുകയാണോ? ഞാൻ പോയിട്ടെ മാനേജർ സാർ വരുമ്പോ വരാം. മാനേജർ വന്നാലെന്താ വന്നില്ലേലെന്താ? നീ നിന്റെ ലൂട്ടി നടത്തിക്കോ. എന്തോന്നാ എന്റെ ലൂട്ടി? അങ്ങനെ പറയത്തക്ക ലൂട്ടി ഒന്നുമില്ല. മാനേജർ സാറിന് കൂടെ കൂടെ ചായ തിളപ്പിച്ചു കൊടുക്കണം. അപ്പോഴെനിക്കും. പിന്നെ വല്ലവരും വരുമ്പോ കാപ്പിയും പലഹാരം ഉണ്ടാക്കി കൊടുക്കണം. അപ്പൊ എന്നെ ഒന്ന് കണ്ടോണം. പിന്നെ ഒരു കാര്യം, ഇവിടെ കാണുന്നത് കേൾക്കുന്നത് ഒന്നും മറുശരി അറിയരുത്. അങ്ങനെ ഒരു നിർബന്ധമുണ്ട്. എന്താ ആലോചിക്കുന്നത്? ഓ ഒന്നുമില്ല. ഇവിടെ അങ്ങനെ വല്ല രഹസ്യവും? ഈ പറയുന്ന കേട്ടില്ലേ, ഇവിടെ എല്ലാം പരസ്യമാ. പക്ഷേ അതെല്ലാം വളരെ രഹസ്യമായിരിക്കണം. അത്രയേ ഉള്ളൂ. പോ, ഡ്യൂട്ടി തുടങ്ങിക്കോ. പോയി പഞ്ചായത്ത് ചായ ഇട്ടുകൊണ്ട് വാ. മാനേജർ സാറേ വരട്ടെ. ഓ എന്താ പേടിച്ചു പോയോ? പേടിക്കാതെ എന്ത് ചെയ്യും മാനേജർ സാർ? ഈ പാവപ്പെട്ട കുഞ്ഞിൽ വന്നുകൂടെ? എത്ര ദിവസമായി വിചാരിക്കുന്നു ഇങ്ങോട്ടൊക്കെ വന്ന് നിങ്ങളുടെ കാര്യങ്ങളൊക്കെ ഒന്ന് അന്വേഷിക്കണമെന്ന്. സമയം കിട്ടണ്ടേ? തോന്നിയത് തന്നെ ഞങ്ങളുടെ ഭാഗ്യം. ഇരുന്നാട്ടെ.
നിന്റെ ഭാഗ്യമെന്ന് പറ. പങ്കി, നീ എന്താ ഇങ്ങനെ പ്രാകൃതം പിടിച്ചിരിക്കുന്നത്? പൊട്ടിത്തെറിക്കുന്ന ഈ പ്രായത്തിൽ ഇങ്ങനെയാണ് ഇരിക്കേണ്ടത്? വളരെ മോശം. എന്റെ തലയിൽ എഴുത്തിയതാ. ആ കൈമണി ഇത്ര സ്നേഹമില്ലാത്തവനാണെന്ന് ഞാൻ ഇന്ന് അറിഞ്ഞു. സാരമില്ല, എല്ലാം ഞാൻ നേരെയാക്കാം. ദൈവം സാറിനെ അനുഗ്രഹിക്കട്ടെ. ദൈവമോ? അല്ല, എന്നെ അനുഗ്രഹിക്കേണ്ടത്. ഞാൻ പിന്നെ ഇത്തിരി വെള്ളം കുടിക്കാം. കഴിച്ചോടാ. ഞാൻ ദാഹിച്ചു. വെള്ളം കിട്ടുകയല്ലേ? വീട്ടിൽ വന്നേ വെള്ളം കുടിക്കാവല്ലേ? ഇനി ജോലി സമയത്ത് തോട്ടത്തിൽ നിന്ന് പോന്നാൽ ഇല്ലേ? ശരി, പൊയ്ക്കോ. അവേ വല്ലാത്ത കള്ളൻ തന്നെ. കുരുത്തം കൊണ്ട് രക്ഷപ്പെട്ടു. ഈ സമയത്ത് മാനേജർ സാർ വീട്ടിൽ കാണുമെന്ന് ഞാൻ അറിഞ്ഞു. ആരുടെ വീട്ടിൽ? നിന്റെ വീട്ടിൽ സാർ എന്തിനു വന്നു? ഓ, വെള്ളം കുടിക്കാൻ വന്നതായിരിക്കും. എനിക്ക് പിന്നെ വെള്ളം കുടിക്കാൻ ചെന്ന് എന്നെ ശകാരിച്ചെന്തിന്? ഓ, അളിയനെ കാണാൻ വന്നതായിരിക്കും. പക്ഷെ അളിയൻ അവിടെ ഇല്ലായിരുന്നല്ലോ. അളിയോ, എങ്ങോട്ടാ? വീട്ടിലേക്കാണോ? അതെ. പിന്നെ അങ്ങോട്ട് പോവല്ലേ? നമ്മൾ രണ്ടുപേരും ജോലിക്ക് പോയോ നോക്കാൻ വേണ്ടി മാനേജർ സാർ വീട്ടിൽ വന്ന് പമ്മി ഇരിക്കുക. ഞാൻ അങ്ങോട്ട് കേറി ചെന്നപ്പോ എന്റെ നേർക്ക് ഒരു ചീറ്റല്. ഞാൻ വെള്ളം കുടിക്കാൻ വന്നാണെന്ന് പറഞ്ഞ് പറ്റിച്ചു പോന്നു. മാനേജർ സാറോ? എന്റെ വീട്ടിലോ? അതേന്നേ, ഞാൻ ഇപ്പൊ കണ്ടേച്ചു വെച്ചിരിക്കും. ചതിച്ചല്ലോടാ. എടാ മരം മണ്ടൂസേ. ഞാൻ മണ്ടത്തരം പറഞ്ഞെന്നായിരിക്കും വിചാരം. ചെന്ന് വാങ്ങിച്ച് കെട്ടിക്കൊണ്ട് പോരാ. എപ്പോഴും നീ ഇങ്ങനെ വിഷമിച്ചുകൊണ്ടിരുന്നാലോ മോളെ? അവിടെ കൊടുത്ത അങ്ങനെ, നീ ഇവിടെ ഇങ്ങനെ. എനിക്ക് ഭ്രാന്ത് പിടിക്കാതിരുന്നാൽ ഭാഗ്യം. ഞാൻ എന്ത് ചെയ്യാനാച്ച? എത്ര ക്ഷമിച്ചിട്ടും സാധിക്കുന്നില്ല. രഘുചേട്ടന്റെ നില സഹിക്കാതെ എന്ത് ചെയ്യും മോളെ? ദൈവം നിശ്ചയിക്കുന്നത് നടക്കാതൊക്കുമോ? നീ ഇങ്ങനെ ഊന്ന് പിടിച്ചിരിക്കാതെ കൂടെ കൂടെ രഘുവിനെ കണ്ട് സംസാരിച്ച് എങ്ങനെയെങ്കിലും അവന് ഓർമ്മ ഉണ്ടാക്കുവാൻ ശ്രമിക്കും. നീ വിചാരിച്ചാൽ മാത്രമേ അത് സാധിക്കും. ചേട്ടനെ കാണുമ്പോൾ എന്റെ കണ്ണ് നിറഞ്ഞു പോകുന്നച്ച. ആ വീട്ടിന് മാറ്റി താമസിപ്പിച്ചാൽ ഒരു പക്ഷേ 16 അടിയന്തരം കഴിയാതെ എങ്ങനെ മാറ്റി താമസിപ്പിക്കും മോളെ? ഏതായാലും ഞാൻ രഘുവിനെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവരാം. നീ സമാധാനമായിരിക്കും. ഇക്കഴിഞ്ഞ 4-5 ദിവസമായി ഞാൻ അനുഭവിച്ച വിഷമ്യം സകലതും നഷ്ടപ്പെട്ട നിലയിലായതല്ലേ. ഭാഗ്യം കൊണ്ട് എല്ലാം നേരെയായി. വല്ലാത്ത ഭാഗ്യം തന്നെ. മൂപ്പിന്ന് മരിച്ചതോ പോകട്ടെ, മകന് ഭ്രാന്ത് പിടിപ്പെട്ടതാണ് അത്ഭുതം. വാസ്തവം എനിക്ക് പോലും അത് വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. പാവം, ഇന്നലെ പറ്റി വീണ പിഞ്ചു പൈതലിനെ പോലെ അവന്റെ മട്ടും ഭാവവും. 4-5 ലക്ഷത്തിന്റെ ഇന്നത്തെ അവകാശിയുടെ നില. ആ സ്വത്ത് അനുഭവിക്കാനുള്ള യോഗം വേറെ കിടക്കുമ്പോൾ അങ്ങനെ അല്ലാണ്ട് വരുമോ? എല്ലാം എന്റെ മാലിന്യയുടെ യോഗം. നീ വന്നത് പിന്നീടാണ്. അതെ അതെ, അതുകൊണ്ടാണല്ലോ എന്റെ കഴുത്തിൽ മിന്നു കെട്ടാൻ മടിക്കുന്നത്. വെറും നാടൻ പെണ്ണുങ്ങളെ പോലെ മിന്നെന്നും താരിയെന്നും പറഞ്ഞ് മാലിന്യ ബഹളം ഉണ്ടാക്കരുത്. പിന്നെ കെട്ടിയാൽ എന്തില്ലെങ്കിൽ എന്ത്? നീ എന്റേതായി കഴിഞ്ഞില്ലേ? പറയൂ മാലിനി, നിനക്ക് എന്നെ വിശ്വാസമില്ലേ? ഇല്ലെങ്കിൽ ഞാൻ എല്ലാം വിട്ടെറിഞ്ഞിട്ട് ഇങ്ങോട്ട് പോരുമായിരുന്നു. പിന്നെ എന്തിനിങ്ങനെ നിസ്സാര കാര്യങ്ങൾ ആലോചിച്ച് മനസ്സിലുണ്ടാക്കുന്നു? നീയാണ് ഇവിടുത്തെ രാജ്ഞി. ഇവിടെ ഇരിക്കും, ഇരിക്കും. രഘു, മനസ്സിലായില്ലേ? വാസന്തി, നമസ്കാരം. അയ്യോ അച്ഛാ. നീ ഒന്ന് ചുമ്മാതിരി. രഘു, വാസന്തി എന്റെ മകൾ. ആര്? എന്റെ മകൾ. എന്റെ മകൾ നിന്റെ കളിത്തോഴി. കളിത്തോഴി. മോളെ, നീ ഈ പഴയ കാര്യങ്ങൾ വല്ലതും ഇവരോട് സംസാരിച്ചുകൊണ്ടിരിക്കുക. അങ്ങനെ വേണം ഓർമ്മയെ ഉണർത്താൻ. രഘു, നീ ഇവിടെ തന്നെ ഇരിക്കും. ഞാൻ പോയിട്ട് വരാം. നമസ്കാരം. ചേട്ടൻ, പ്രതാപചേട്ടന്റെ വാസന്തി അല്ല, ഈ ചേട്ടന്റെ, എന്റെ രഘുചേട്ടന്റെ. ആരുടെ? എന്റെ രഘുചേട്ടന്റെ. എന്റെ ഈശ്വരൻ. കരയുന്നു? എന്തിനാ കരയുന്നത്? ഒന്നുമില്ല, നമുക്ക് വെളിയിൽ പോയി കാറ്റുകൊള്ളാം. വരും.
വാസന്തി കരയാതെ, നീ ഇത്ര മഠയാണോ? ചേട്ടന്റെ മറവി അത് വാസ്തവത്തിൽ ഉള്ളതാണെന്ന് വിശ്വസിച്ച നീ എത്ര സാധു. ഞാൻ വെറുതെ അഭിനയിക്കേണ്ടായിരുന്നു. ഉള്ളതോ? എന്തിന്? നിനക്കറിഞ്ഞുകൂടി വീട്ടിനുള്ളിൽ ശത്രുക്കളുണ്ടെന്ന് എഴുത്തു കൊടുത്ത് അയച്ചത് നീയല്ലേ? അതെ. അതുകൊണ്ട് ഇങ്ങനെ പ്രാന്തിനെ പോലെ അഭിനയിച്ചത്? ആപത്ത് പറ്റാതിരിക്കാൻ കേൾക്ക്. ഞാൻ തീവണ്ടി ഓഫീസിൽ നിന്ന് വരുന്ന വഴി തന്നെ എന്നെ അപകടപ്പെടുത്താൻ അവർ കാത്തു നിൽക്കുന്നുണ്ടായിരുന്നു. ഞാനാണെന്ന് കരുതി അവർ അബ്ബാസി ആക്രമിച്ചു. അതറിഞ്ഞപ്പോൾ നീ കൊടുത്തയച്ച കത്തിന്റെ ഗൗരവം എനിക്ക് ബോധ്യമായി. ഞാൻ ഇങ്ങനെ അഭിനയിച്ചില്ലായിരുന്നെങ്കിൽ എന്റെ ജീവന് പോലും അപകടം സംഭവിക്കുമായിരുന്നു. എങ്കിലും എന്നോട് സത്യം പറയാത്തത്? അതിന് സമയവും സന്ദർഭവും കിട്ടണ്ടേ? ആ ഒരു കാര്യം, ഈ വിവരം മറ്റാരോടും പറയരുത്, എന്റെ അമ്മയോട് പോലും. അയ്യോ, അത് തെറ്റല്ലേ? അമ്മയെ വെറുതെ വേദനിപ്പിക്കുന്നത്. തെറ്റാണ്, പക്ഷെ നിവൃത്തിയില്ല. എന്റെ അമ്മ അറിഞ്ഞാൽ സകലരും അറിയും. അത്രയ്ക്ക് സാധുവാണ് എന്റെ അമ്മ. നിന്റെ അച്ഛനും അറിയണ്ട. കാര്യങ്ങളൊക്കെ നേരെ ആയിട്ട് അവരറിഞ്ഞാൽ മതി. ആട്ടെ, ഇങ്ങനെ ഭ്രാന്ത് അഭിനയിച്ചിരുന്നാൽ തോട്ടത്തിലെ കാര്യങ്ങൾ എങ്ങനെ അറിയും? എല്ലാത്തിനും ഏർപ്പാട് ചെയ്തിട്ടുണ്ട്. എന്റെ ഒരു ഉറ്റ സ്നേഹിതൻ എഴുതിയിട്ടുണ്ട് ഇങ്ങോട്ട് വരാൻ. മൈ ഡിയറസ്റ്റ് ഫ്രണ്ട്, കാര്യമെല്ലാം കുഴപ്പത്തിലാണ് ഇവിടെ. അത് നേരെയാക്കാൻ നിന്റെ സഹായം അത്യാവശ്യമായിരിക്കുന്നു. നിന്നെ അല്ലാതെ മറ്റാരെയും വിശ്വസിക്കുവാൻ മനസ്സ് വരുന്നില്ല. ഈ കത്തിന് മറുപടി അയക്കരുത്. നീ വീട്ടിലേക്കും വരരുത്. നേരെ എസ്റ്റേറ്റിൽ ചെന്ന് ഒരു ജോലി മേടിക്കാൻ ശ്രമിക്കണം. എന്ത് ജോലിയായാലും സ്വീകരിക്കണം. അതിനുശേഷം സൗകര്യം പോലെ നിന്നെ കണ്ടുകൊള്ളാം. സ്വന്തം വെക്കൂ. ഇത് എന്തൊരു ഹലാക്കാണപ്പാ. ഞമ്മക്ക് കൊച്ചശ്മാനെ കാണാനെ കൊണ്ട് ബംഗ്ലാവിലോട്ട് പോകണ്ടേന്ന് പലരും കുട്ടികളെ കളിക്കാറില്ല. എനിക്ക് പിരിവെട്ടാണെന്ന് നീ ബന്നണ്ടാന്ന് പറ. ഇതാ നോക്കിയോ, കുറ്റി അടിച്ച് പറക്കുന്നത്. ആ, ഇനി പക്കരുത് കളിച്ചു നോക്ക്. പഴയ പെണ്ണുങ്ങൾ നടക്കാൻ സമ്മതിക്കില്ല അല്ലേ? കൂട്ടം എന്തോ ഇവിടെ വഴക്കായി? അത് കണ്ടില്ലേ? അത്രക്കായോ? എടാ, കൊന്നത്തൊക്കെ പോലെ വളർന്നിട്ടും കുറ്റിയും പോലും കളിക്കുന്നു പിള്ളേരെ പോലെ അല്ലേ? നിനക്ക് എന്തിനാണോ നഷ്ടപ്പെട്ടിട്ടില്ല. പശോ ചൊട്ടിച്ചോ, തലയിലല്ല മുഖത്ത്. എടാ നമുക്ക് പരീതി വെക്കുന്ന പയൽമോ കാണിച്ചെന്ന് കാണണോ? ബാക്കിയുള്ളക്ക് സുഖമാണോ ജയന്തി? പാവങ്ങൾക്ക് എന്തോ സുഖം സാറേ. അതൊരു പരിഭവം പറച്ചിലാണല്ലോ. പരിഭവം ഒന്നും പറഞ്ഞതല്ല, പരമാർത്ഥം പറഞ്ഞതാ. ആട്ടെ, ജയന്തിക്ക് ഈ ജോലി ഇഷ്ടമായോ? ജോലിക്കാരുടെ ഇഷ്ടം നോക്കിയാണോ ജോലി കൊടുക്കുന്നത്? അതെന്താ അങ്ങനെ പറഞ്ഞത്? എത്ര പെണ്ണുങ്ങൾ ഈ ജോലി നീയാ എനിക്ക് പറ്റിയവളെന്നു. അത് വെറും തോന്നല. ഈ എന്നെ പോലും എന്തോ നമ്മുടെ പക്കീറും 3-4 ജോലിക്കാരും കൂടെ കൂടി ബംഗ്ലാവിലേക്ക് പോയിരിക്കുക. സാറിനെ പറ്റി പരാതി പറയാൻ. അത്രയ്ക്കായോ? അത്രയ്ക്കുമായി അതിനപ്പുറമായി. എന്നാൽ അറിഞ്ഞിട്ട് മേൽക്കാര്യം. അവന്മാരുടെ പരാതി എനിക്ക് നേരിട്ട് കേൾക്കണം. എന്താ വെച്ചേ, എനിക്കൂടെ കാപ്പി? ഞമ്മക്കറിയാം ഇവിടത്തെ വിഷമം. പക്ഷേങ്കിൽ നമ്മൾ ഇവിടെ അല്ലാണ്ട് വേറെ എവിടെ പോയി പറയും? നിങ്ങൾ വന്ന് പറഞ്ഞത് നന്നായി. തോട്ടത്തിലെല്ലാം ശരിക്കും നടക്കുന്നുണ്ടെന്നാ വിചാരിച്ചത്. അപ്പടി പശക തേയില നുള്ളുന്നതും പറക്കുന്നതും പൊടിക്കുന്നതും വിൽക്കുന്നതും ഒക്കെ റാക്കറ്റിന്റെ പോക്ക് പോലെ. പണ്ടത്തെ ഇരട്ടി പണിയെടുക്കുകയും വേണം, കൂലി പകുതിയെ തരത്തുള്ളൂ. നിങ്ങളത് എന്തിന് സമ്മതിക്കുന്നു? ആണ്ടെ കിടക്കണേ. ആരാണ്ട് സമ്മതിച്ച വലിയച്ചമ്മ മയ്യത്തായ നേരത്ത് ഭയക്കുണ്ടാക്കണ്ടല്ലാന്ന് വിചാരിച്ച് ഞങ്ങൾ മുണ്ടാണ്ടിരിക്കല്ലേ? ഇല്ലെങ്കിൽ നീ എല്ലാം കൂടി എന്നെ മൂക്കിക്കരിക്കണേ. നാന്ദി കെട്ട പരീക്ഷകൾ വന്നിരിക്കുന്നു നുണ പറയാൻ. പ്രതാപ, നിങ്ങൾക്ക് ഇതിൽ കാര്യമൊന്നുമില്ല. ഇവന്മാരെല്ലാം നിലയ്ക്ക് നിർത്തിയില്ലെങ്കിൽ തലേ കയറിയിരിക്കും. നിന്നോട് കാര്യം പറഞ്ഞത് അവിടെ വരാൻ. ഞാൻ പറഞ്ഞു. അമ്മാവിക്ക് ഇതൊന്നും പറഞ്ഞുകൂടാ. ഇവന്മാരൊക്കെ ശുദ്ധ തെണ്ടുകളാണ്. ഇറങ്ങണ വിളി. അരുത്, അവരെ ശകാരിക്കരുത്. ഇറങ്ങണല്ലേ പറഞ്ഞത്? പ്രതാപ, ഞാൻ വിളിച്ചു വരുത്തിയവരോട് പോകാൻ പറയാൻ നീ ആര്? ഞാനോ? ഞാൻ ആരും അറിഞ്ഞുകൂടെ? ഈ തോട്ടത്തിലെ മാനേജർ, അമ്മാവിയുടെയും മകന്റെയും കാര്യങ്ങൾ അന്വേഷിക്കുന്നവൻ. ഞാൻ വിളിച്ചു കയറ്റിയവരെ എന്റെ മുന്നിൽ വെച്ച് അപമാനിച്ചല്ല ഞങ്ങളുടെ കാര്യം അന്വേഷിക്കേണ്ടത്. എടാ, നിന്നോടെല്ലാം പോകാനല്ലേ പറഞ്ഞത്? വേണ്ട, അവിടെ നിൽക്കി. ഓഹോ, ശരി, നിൽക്കട്ടെ. ഇതിന്റെ ഫലം അനുഭവിച്ചില്ലെങ്കിൽ എന്റെ പേര് പ്രധാനമൊന്നുമല്ല.
നിങ്ങൾ പോയി ആലോചിച്ച് വേണ്ടതുപോലെ ചെയ്യാം. പ്രതാപനെ നിലയ്ക്ക് നിർത്തിയില്ലെങ്കിൽ കുഴപ്പമാണ്. തോട്ടത്തിലെ കാര്യങ്ങൾ ചേട്ടൻ നേരിട്ട് അന്വേഷിക്കണമെന്നാണ് എനിക്ക് തോന്നുന്നത്. അതിന് അവൻ സമ്മതിക്കുമോ? ആ, സമ്മതിക്കണമെങ്കിൽ ഒരു മാർഗമേ ഉള്ളൂ. എന്താണത്? അദ്ദേഹം എഴുതി വെച്ചിരിക്കുന്ന മരണപത്രത്തിൽ പറഞ്ഞിരിക്കുന്നതെല്ലാം ഉടനെ നടപ്പിലാക്കണം. ശരിയാണ്, അതാ ഇരുമ്പേട്ടിയിലുണ്ട്. ഞാൻ താക്കോൽ എടുത്തു തരാം. നിങ്ങളെ കണ്ടിട്ട് കൊള്ളാവുന്ന ഒരു ചെറുപ്പക്കാരനാണെന്ന് തോന്നുന്നു. അതുകൊണ്ടൊരു ജോലി തരാം. പക്ഷേ ഒഴിവില്ല. തന്നോടല്ലേ മിണ്ടാതിരിക്കാൻ പറഞ്ഞത്? ശമ്പളം അതൊക്കെ സാറിന്റെ ഇഷ്ടം പോലെ നിശ്ചയിച്ചാ മതി. ആ, താമസിക്കാനുള്ള സൗകര്യം ഇവിടെ ഉണ്ട്. ഈ കെട്ടിടത്തിന്റെ തെക്ക് വശത്തുള്ള മുറിയിൽ താമസിച്ചുള്ളൂ. ആഹാരത്തിന് ഏർപ്പാട് ചെയ്യാം. എന്താ പോരെ? മതി മതി. ഈ ഉപകാരം ഞാൻ ഒരിക്കലും മറക്കില്ല സാർ. എന്നാൽ ഇന്ന് തന്നെ ജോലിയിൽ പ്രവേശിക്കരുതോ? ജോലി എന്താണെന്ന് പറഞ്ഞില്ല. ഓ, അത് ഞാൻ മറന്നുപോയി. ഓഫീസിലെ എഴുത്തുകുത്തെല്ലാം നോക്കണം. അന്നന്നത്തെ കണക്കെഴുതണം. പിന്നെ ഞാൻ ഇല്ലാത്തപ്പോൾ ഓഫീസിലെ മറ്റു കാര്യങ്ങളും നോക്കിക്കൊള്ളണം. ജയന്തി, ഇയാൾക്ക് ഇന്ന് മുതൽ 3 നേരം ആഹാരം ശരിപ്പെടുത്തി കൊടുക്കണം. പുതിയതായി നിയമിച്ച ആളാണ്. ശരി. പേര് ഉസ്മാൻ. ഉസ്മാൻ വിശ്വസ്തനായി ജോലി ചെയ്താൽ വളരെ വേഗം നല്ല നിലയിലെത്തും. എനിക്ക് തൃപ്തി തോന്നിയാൽ ഉയരാനുള്ള എല്ലാ സഹായവും എന്നിൽ നിന്ന് പ്രതീക്ഷിക്കും. സാറിന് അങ്ങനെ ഇങ്ങനെ തൃപ്തി തോന്നിയാലോ ഒരൊറ്റ പൊക്കല. ഇല്ല, താൻ 2 കൊള്ളാതെ ഇറങ്ങില്ല അല്ലേ? വിൽപ്പത്രം ഇതിനകത്ത് കാണുന്നില്ലല്ലോ. കാണുന്നില്ലേ? അയ്യോ, വിൽപ്പത്രം മാത്രമല്ല, ഇതിനകത്തിരുന്ന സ്വർണവും ഉരുപ്പടിയും ഒന്നും കാണുന്നില്ലല്ലോ. വിൽപ്പത്രം ഇതിനകത്താണോ വെച്ചിരുന്നത്? ഇത് തന്നെയാ ഞാൻ. എങ്കിൽ ആരെങ്കിലും മോഷ്ടിച്ചിരിക്കും, യാതൊരു സംശയമില്ല. ആരായിരിക്കും? അമ്മാവി സമാധാനമായിരിക്കണം. എല്ലാം വേണ്ടതുപോലെ നടക്കും. രഘുവിന്റെ അസുഖം ഒന്ന് മാറ്റേണ്ടതാണ് അടിയന്തര കാര്യം. എനിക്ക് തോന്നുന്നത് ആശുപത്രി കൊണ്ടുപോയി. അയ്യോ, ആശുപത്രി ഞാൻ വരത്തില്ല. ആശുപത്രി പോയാ കുത്തിവെക്കും, കുത്തിക്കീറും. ചേട്ടാ, എന്നെ ആശുപത്രി കൊണ്ടുപോകല്ലേ ചേട്ടാ. കഷ്ടം. രഘുവിന് ഇങ്ങനെ വരുമെന്ന് ആരറിഞ്ഞു? രഘു, നീ എന്റെ കൂടെ തോട്ടത്തിൽ വരുന്നുണ്ടോ? പോകാം ചേട്ടാ. തോട്ടത്തിൽ പോയി നമുക്ക് ഓടി കളിക്കാം. അതൊരു കൂട്ടുകാരി കൂടെ വേണ്ടേ? വേണം ചേട്ടാ. എവിടെ? അതാ വാസന്തി. വാസന്തി, വാസന്തി. വാസന്തി, നീ കൂടെ പോ മോളെ. അമ്മ അമ്മ വരുന്നില്ല, മോൻ പോയിട്ട് വാ. നേരത്തെ ഇനി പോരണേ. ഗുഡ് മോർണിംഗ് സർ. ഗുഡ് മോർണിംഗ്. ഉസ്മാൻ, ഇത് രഘു, അമ്മാവന്റെ മകൻ. സലാം. ഇത് വാസന്തി, അമ്മാവന്റെ അനന്തരം. അമ്മാവന്റെ മരണശേഷം രഘുവിന്റെ മനസ്സ് അല്പം തകരാറിലാണ്. ഇരിക്കൂ വാസന്തി. ചേട്ടാ, എനിക്ക് തോട്ടത്തിൽ പോയി കളിക്കണം ചേട്ടാ. ഉസ്മാൻ, രഘുവിനെ കൊണ്ട് ആ തോട്ടത്തിൽ ഒന്ന് ചുറ്റി നടന്നിട്ട് വരും. ഞാനും കൂടെ. വേണ്ട, ഇപ്പോൾ തോട്ടത്തിൽ ധൃതി പിടിച്ച് ജോലി നടക്കുന്ന സമയമാണ്. രഘു, ഉസ്മാന്റെ കൂടെ പോയിട്ടുള്ളൂ. നല്ല കൂട്ടുകാരനാണ്. കൂട്ടുകാരൻ? അതെ. വാ കൂട്ടുകാരാ. തോട്ടം മുഴുവൻ കാണിക്കണം കേട്ടോ. ഇരിക്കൂ വാസന്തി. വാ, ഇതിലേ പോവാം. നീ ഒരു സിനിമാ നടനാകേണ്ടതായിരുന്നു. എന്തൊരു അഭിനയം. നീ എന്താ മോശമോ? എന്നെ കണ്ടിട്ട് നിന്റെ മുഖത്തൊരു ഭാവവും കണ്ടില്ല. അവന്റെ സ്ഥലം. പിന്നെ കാര്യങ്ങൾ എന്തായി? കണക്കിൽ അപ്പടി കുഴപ്പമോ? കുറെ അധികം പണം തട്ടിയെടുത്തിട്ടുണ്ട്. ഓഹോ, അത് പോട്ടെ. രഹസ്യ സംഖ്യത്തെ പറ്റി വല്ല തുമ്പും? ഇല്ല, ഞാൻ രാപകൽ ശ്രമിക്കുന്നുണ്ട്. വല്ല വിവരവും കിട്ടിയാൽ ഉടനെ ഞാൻ അറിയിക്കാം. പതുക്കെ, വല്ലവരും ഇതുവഴി വന്നാൽ? അത് പേടിക്കണ്ട. ഈ കൊക്കയിൽ ഒരു പെണ്ണ് വീണ് മരിച്ചത് പിന്നെ ആരും ഇതുവഴി നടക്കാറില്ല. ഏത് പെണ്ണ്? ഒരു പാവപ്പെട്ട തൊഴിലാളിയുടെ മകൾ. അവളുടെ അനിയത്തി ഓഫീസിലെ അടുക്കളക്കാരിയാണ്. നല്ല പെണ്ണ്. ഓഹോ, നീയും തുടങ്ങിയോ? നടക്കട്ടെ. പക്ഷെ അവളെ സ്വപ്നം കണ്ടിരുന്ന് വന്ന കാര്യം മറക്കരുത്. ഓടാ, സംബന്ധം പറയാതെ. ഞങ്ങൾ തമ്മിൽ 4 വാക്ക് തേച്ച് സംസാരിച്ചിട്ടില്ല. സംസാരിക്കാമല്ലോ, ഇനിയല്ലേ സമയം. ഇനി കൂടുതൽ ഭാഗ്യം പരീക്ഷിക്കണ്ട. വാ പോകാം. എന്നാ പിടിച്ചോ.
വാസന്തിക്ക് വേണ്ടി ഞാൻ എന്തും ചെയ്യാൻ എന്നും ഒരുക്കമാണെന്ന് മനസ്സിലാക്കിയാൽ മതി. എനിക്ക് വേണ്ടി എന്ത് ചെയ്യാനാണ്? രഘുചേട്ടന് വേണ്ടിയാണ് എന്തെങ്കിലും ചെയ്യേണ്ടത്. കഴിവുള്ളതെല്ലാം ചെയ്യുന്നുണ്ട്. പക്ഷേ ഈ മാതിരി മനസ്സിന്റെ രോഗം മാറുന്ന കാര്യം എത്രയോ പേർക്ക് മാറിയിരിക്കുന്നു. മാറുകയില്ലെന്നല്ല, കാലതാമസം നേരിടുമെന്നാണ് പറഞ്ഞത്. ഏതായാലും വാസന്തി അത് വിചാരിച്ച് വിഷമിക്കുന്നത് കാണുമ്പോൾ എനിക്ക് എന്ത് വേദനയുണ്ടെന്നറിയാം. എന്തിന്? എന്തിനെന്നോ, ഞാൻ എത്ര കാലമായി വാസന്തിയെ സ്വപ്നം കാണുന്നു. പക്ഷേ ഞാനൊരു പാവപ്പെട്ട ശമ്പളക്കാരനായിരുന്നതുകൊണ്ട് അടുത്തു വരാൻ പോലും ധൈര്യപ്പെട്ടില്ല. ഇന്ന് ഈ എസ്റ്റേറ്റിന്റെ ഉടമസ്ഥൻ വാസന്തിയുടെ മുമ്പിൽ ഞാൻ ഇന്നും പഴയ ആ പ്രതാപൻ തന്നെ. വാസന്തി അത്ര വേഗം കണ്ടു കഴിഞ്ഞു. അമ്മയെ കാണണമെന്ന് പറഞ്ഞു. നമുക്ക് വീട്ടിൽ പോവാൻ ചേട്ടാ. വാ, ശല്യമായി. രഘുചേട്ടനെ അല്ലാതെ ഈ ജന്മത്തിൽ മറ്റാരെയും ഞാൻ. അവൻ കല്യാണം കഴിക്കുന്നില്ലെങ്കിൽ കല്യാണം കൂടാതെ എത്രയോ പെണ്ണുങ്ങൾ ജീവിക്കുന്നു. അങ്ങനെ കരഞ്ഞ് കരഞ്ഞ് എത്രയോ മാണ്ടി പെണ്ണുങ്ങൾ നശിക്കുന്നു. വാസന്തി, നീ പഠിച്ചവളാണ്. ജീവിതം കാത്തിരുന്ന് കരയാനുള്ളതല്ല, ജീവിക്കാനുള്ളതാണ്, സുഖിക്കാനുള്ളതാണ്. ആലോചിച്ചു നോക്കൂ. നീ എവിടെ പോയിരുന്നു മോളെ? ഞാൻ ചെറുപ്പക്കാവില് വിളക്ക് കൊളുത്താൻ പോയിരുന്നു അച്ഛാ. എവിടെ വിളക്ക് കൊളുത്തിയിട്ട് എന്ത് പ്രയോജനം? കുഴപ്പത്തിനുമേൽ കുഴപ്പമല്ലേ അനുഭവം. അച്ഛൻ സമാധാനമായിരിക്കണം, എല്ലാം നേരെയാകും. എന്നെ കണ്ട തലയെ കെട്ടൊന്നും എടുക്കാൻ മേലില്ലേ? നിനക്കെല്ലാം അഹങ്കാരം മൂത്ത് തലയെ കേറി നിലത്ത് നിക്ക് പുള്ളേ. ഈ ഏമാനെയും പേടിക്കണം, ഏമാന്റെ കൈവണിയും പേടിക്കണം. വേണോന്ന് പേടിക്കണ്ട. നീ എല്ലാം വാടക തരാത്തവന്മാരില്ലേ? നിന്നെയെല്ലാം ഞാൻ മൂക്കി കയറ്റിക്കളയോ? കാളാ പുള്ളേ, പോയി പണിയോ. എടാ, നിനക്കെല്ലാം ഞാനൊരു ക്ലിപ്പ് ഇട്ടോളാം. ക്ലിപ്പ് തന്നെ ഈ ജോലി ഏൽപ്പിച്ചപ്പോഴേ എനിക്കറിയാമായിരുന്നു ഇത് നടക്കില്ല. അയ്യോടെ ഈ പറയുന്ന കേട്ട അവന്മാർ ഒരൊറ്റ എണ്ണം പോലും വാടകയും പാട്ടവും തരികയെന്ന് പറഞ്ഞ് ഞാൻ എന്ത് ചെയ്യാനൊക്കെ? എല്ലാത്തിനും അടിച്ചിറക്കാൻ ചെന്ന് ആഴ്ചത്താ ചാകാനുള്ള മടി കൊണ്ട്. പേടിത്തുണ്ട. തനിക്ക് നാക്കല്ലാതെ വല്ലതും ഉണ്ടോ? താൻ കണ്ടോ ഇന്ന് രാത്രി അവന്മാർ പെടാൻ പോകുന്ന പാട്? പടച്ചോൻ തന്നെ നിലത്തിറങ്ങി വന്ന. അയ്യോ, അയാൾ നന്നായിരിക്കട്ടെ. കാലവാടന്മാര് വന്ന് ഈ പെരക്ക് നിയന്ത്രിച്ചു സാറേ. അപ്പോൾ മുഖംമൂടി വന്ന് അവരെ കാണിച്ചു ഓടിച്ചു. മുഖംമൂടി? അതെ അതെ, മുഹമ്മൂടി തന്നെ. ഈ തോട്ടം മേടിച്ച കാലം തൊട്ട് പക്കീരുമുണ്ട്. വല്യജമാൻ എപ്പോഴും പറയുമായിരുന്നു പക്കീറിനെയും തോട്ടവും ഒരുമിച്ചാണ് മേടിച്ചതെന്ന്. തോട്ടത്തിൽ നിന്ന് പോകാൻ പക്കീറിന് വിഷമമുണ്ട്. പക്ഷേങ്കില് അവിടെ താമസിച്ച മനുഷ്യൻ മയ്യത്താവും. ഏതായാലും പക്കീര് പോകണ്ട, ഇവിടെ നിൽക്ക്. കാലം കെട്ട കാലമല്ലേ, രാത്രി കാവലിന് ഒരാളുകൂടായല്ലോ. ഒന്നല്ലേ രണ്ട്, ഈ ബാധി കൂടെ ഉണ്ട്. നിനക്കെന്താ കുഴപ്പം? ഇന്നലത്തെ അടിയിടിയും പകുതി ബാസിയാ മേടിച്ചത്. ബാസിയുടെ ഇവിടെ താമസിക്കാൻ പോവുക. നിനക്കൊരു പെങ്ങളില്ലേ? അവളെ അറിയാൻ നോക്കിക്കൊള്ളും. ജയന്തിയോ? എന്താണ് ഇത്ര അത്ഭുതം? അല്ല, ഇന്നലെ രാത്രിയിലത്തെ ബഹളത്തിന് ശേഷം ഇന്ന് ജയന്തി ജോലിക്ക് വരുമെന്ന് ഞാൻ വിചാരിച്ചു. വരാതൊക്കുമോ? വയറും വിശപ്പും ദൈവം തന്നിട്ടില്ലേ?
ഏതായാലും ജയന്തിയുടെ വീടിന് തീ പിടിക്കാത്തത് ഭാഗ്യമായി. അതിലും മഹാഭാഗ്യം തക്ക സമയത്ത് ആ മുഖം മൂടി വന്നെത്തിയതാ. വാസ്തവം പറഞ്ഞു വെച്ചതുപോലെയല്ലേ അയാൾ കൃത്യസമയത്ത് വന്നു ചേർന്നു. ആരായിരിക്കും അയാൾ? ഇവിടുത്തെ കാര്യമെല്ലാം അറിയാവുന്ന ഒരാളായിരിക്കും അല്ലേ? എന്നോട് ചോദിച്ചാലോ, എനിക്കങ്ങനെ അറിയാം. പാവം, ഒന്നും അറിയാത്ത പച്ച പരമാർത്ഥി. ജയന്തി എന്തോ ഒളിച്ചു വെച്ച് സംസാരിക്കുകയാണ്. ഒളിച്ചു വെക്കുന്നത് ഞാനോ മറ്റു വല്ലവരോ? ചേച്ചേ, പക്ഷേ ഞാൻ ശുദ്ധ മണ്ടിയാണെന്ന് കരുതരുത് കേട്ടോ സാറേ. തല കിടാ, ആ ഫാസിയും ഫക്കീറിനെയും ബംഗ്ലാവിൽ ജോലിക്കെടുത്തെന്ന് കേട്ടു. ഇതൊരു ശല്യമാണ്. നാം ഉദ്ദേശിക്കുന്ന പലതും നടപ്പിലാക്കാൻ വിഷമമായി തീരും. രണ്ടിനെയും തട്ടിക്കളയാമാണ്. അത് വേണ്ട, അവന്മാരെ വിരട്ടി ഓടിക്കണം. ശരിക്ക് 10 ഇടി ഏൽപ്പിച്ചാൽ അവന്റെ ഒന്ന് പൊടി പോലും ആ പ്രദേശത്ത് കാണുകയില്ല. ഏറ്റേ മോനെ, 10 കിലോ തൂങ്ങുന്ന ഇടി ഏൽപ്പിച്ചേക്കാം പോരെ. പിന്നെ ഒരു കാര്യം, ആ കുടിലും തീ വയ്ക്കാൻ പോയതുപോലെ കണ്ടവന്റെ തല്ലും കൊണ്ട് ചോടിപ്പോന്നാൽ ഒരൊറ്റ എണ്ണത്തിനെ അതിനകത്ത് കെട്ടിയില്ല. ഓർമ്മയിരിക്കും. ഉറങ്ങി കിടക്കുന്നതിനെ ഉണർത്തി അടിക്കുന്നത്, ഉണർന്നിരിക്കുന്നതിനെ വല്ലതും അടിക്കണം. മോട്ടിക്കാൻ വന്നാണ് ഇവർ തലയുടെ മാത്രം. വാശിപ്പിള്ളേ, വീടുന്നൊന്നും ഉറങ്ങട്ടെ. നീ നമുക്ക് കിടത്തി ഉറക്കേയില്ല. നീ നമ്മുടെ ടാങ്കിലൊരു മേടിക്കും. നമുക്ക് കഴിയൂലടാ പറയാ. സാർ ഇതുവരെ വന്നിട്ടില്ല. വന്നിട്ട് കൊടുത്താൽ മതിയെങ്കിൽ മതി, മറന്നേക്കാ കൊടുത്തേക്കണേ. ഇന്ന് രാത്രി സ്വർണ്ണ പാർട്ടി വരും. കച്ചവടം ഉറപ്പിക്കും. എന്താ പേടിച്ചു പോയോ? എന്തിന്? എനിക്കെങ്ങനെ അറിയാം? പേടിക്കാൻ വല്ലതും ഉണ്ടായിരിക്കും. ജയന്തി, ഞാനൊരു കാര്യം ചോദിക്കണമെന്ന് കുറെ ദിവസങ്ങളായി വിചാരിക്കുന്നു. പിന്നെ ഇതുവരെ താമസിച്ചത് എന്തിന്? നല്ല മുഹൂർത്തം നോക്കുമായിരുന്നു. ജയന്തി ഈ ജോലിക്ക് വന്നത് എന്തിനാ? കൊള്ളാം, ഇത് ഞാൻ അങ്ങോട്ട് ചോദിക്കേണ്ടതല്ലേ? ഞാൻ വയറ് പോറ്റാൻ വേണ്ടി വന്നു. വയറ് പോറ്റാൻ വേണ്ടിയാണോ ഈ ജോലിക്ക് വന്നത്? എന്റെ മുഖത്ത് നോക്കി പറയണം. എന്താ പരസ്പരം സൗന്ദര്യം ആസ്വദിക്കുകയാണോ? ഒരാൾ തന്നിട്ട് പോയി. ഇന്ന് വൈകുന്നേരം എന്റെ ചില സ്നേഹിതന്മാർ എന്നെ കാണാൻ വരുന്നുണ്ട്. മേളം കൂടാനായിരിക്കും. മറ്റു വല്ലവരും ഉണ്ടായാൽ അവർക്ക് വിഷമം തോന്നിയേക്കും. എനിക്കും പട്ടണം വരെ പോയിട്ടൊരു ആവശ്യം ഉണ്ടായിരുന്നു. പോയിട്ട് രാത്രി ഞാൻ മടങ്ങി വന്നേക്കാം. വെരി ഗുഡ്, അത് മതി. ശരി സർ. നിങ്ങൾ പറഞ്ഞ വിലയ്ക്ക് തരാൻ ഒക്കില്ല.
നല്ല പത്തരമാറ്റ് തങ്കമാ. സാറേ ചരക്ക് കാണട്ടെ. അതിവിടല്ല, മറ്റൊരിടത്താ സൂക്ഷിച്ചിരിക്കുന്നത്. എന്നാൽ അങ്ങോട്ട് പോകാം. ചരക്ക് കണ്ടിട്ട് വില ഉറപ്പിക്കാം. ശരി, വരും. രഘു എന്റെ ആത്മസ്നേഹിതനാണ്. അയാൾക്ക് വേണ്ടി ഈ ജീവൻ നൽകാൻ പോലും ഞാൻ ഒരുക്കമാണ്. അയാളുടെ സ്വത്തുക്കളും ജീവനും അപകടത്തിലാണെന്ന് എഴുത്തു കിട്ടിയപ്പോ ഉസ്മാനായി ഇങ്ങോട്ട് പോന്നു. ശരിയാണ്, ഈ എസ്റ്റേറ്റ് അതിന്റെ യഥാർത്ഥ അവകാശിക്ക് കിട്ടാൻ വേണ്ടിയാണ് ഞാൻ ഈ വേഷം കിട്ടിയത് തന്നെ. അതിനുള്ള ശ്രമത്തിൽ ഇത് ഞാൻ ഒരിക്കലും മറക്കില്ല. ആട്ടെ, അവർ സ്വർണത്തിന്റെ കാര്യം പറഞ്ഞത് കേട്ടില്ലേ? എനിക്കൊരു സംശയം. മേനോൻ അദ്ദേഹത്തിന്റെ വീട്ടിൽ നിന്ന് കുറെ അധികം സ്വർണ്ണാഭരണങ്ങൾ കാണാതെ പോയിട്ടുണ്ട്. അതുവല്ലോ ആയിരിക്കും. ഏതായാലും സ്വർണവുമായി അവർ ഇതുവഴി വേണമല്ലോ മടങ്ങിപ്പോകാൻ. അപ്പോഴറിയണം പരമാർത്ഥം. എത്ര നാളാ ഇങ്ങനെ വെച്ചുകൊണ്ടിരിക്കുന്നത്? വേണ്ട പോലെ ചികിത്സിച്ചില്ലെങ്കിൽ ഒടുവിൽ വേണ്ട, എന്റെ നാക്കുകൊണ്ടത് പറയണ്ട. ഉടനെ ആശുപത്രി കൊണ്ടുപോകുന്നതാണ് നല്ലത്. ഞാൻ ഡോക്ടറോട് എല്ലാം പറഞ്ഞ് ഏർപ്പാട് ചെയ്തിട്ടുണ്ട്. സകല സൗകര്യങ്ങളോടുണ്ട്. പിന്നെ പോയാലെന്താ? എന്റെ കുഞ്ഞിനെ ആശുപത്രിയിൽ രോഗം പിടിപെട്ടാൽ പിന്നെ പോകാതെ പറ്റുമോ? അതോ രഘു എന്നും ഇങ്ങനെ ഊമ പിടിച്ചിരുന്നാ മതിയോ? അയ്യോ, അത് ആലോചിക്കാൻ പോലും വയ്യ. എങ്കിൽ ഉടനെ ആശുപത്രിയിൽ അയക്കണം. ആ ഡോക്ടർ ഇമാതിരി രോഗങ്ങൾക്ക് ചികിത്സിക്കാൻ മിടുമിടുക്കനാണ്. എന്തു പറയുന്നു? ചികിത്സിക്കേണ്ടത് അത്യാവശ്യമാണ്. ഇനി താമസിക്കുന്നതും ശരിയല്ല. പിന്നെ ആലോചിക്കാനൊന്നുമില്ല. ഇന്ന് തന്നെ കൊണ്ടുപോകാം. പക്ഷെ ആശുപത്രിയിലേക്കാണ് കൊണ്ടുപോകുന്നത് അവനോട് പറയണ്ട. കുറുപ്പിയേട്ടൻ കൂടെ പോണം. സഹായത്തിന് ആ ഭാസിയും ബക്കീരിനെയും കൂടെ വിളിച്ചോളണം. നമ്മളിപ്പോ എങ്ങോട്ട് പോവുകയാണ് ചേട്ടാ? അതെ അതെ. ഞാൻ രഘുവിനെ ആശുപത്രി കൊണ്ട് എന്നാക്കി. പേടിക്കേണ്ട മോളെ, അവനെ അവിടെ 2 ആഴ്ച കിടത്തി ചികിത്സിച്ച അസുഖമെല്ലാം മാറുമെന്നാണ് ഡോക്ടർ പറയുന്നത്. 2-3 ഇലക്ട്രിക് ഷാക്ക് കൊടുക്കണം. അയ്യോ, അപകടം. അച്ഛാ, രവിചേട്ടൻ ഉടനെ ഇങ്ങ് കൊണ്ടുവരണം. മണ്ടി പെണ്ണെ, ഇമാതിരി സുഖക്കേടുകൾക്കുള്ള ചികിത്സയാണ് ഇലക്ട്രിക് ഷാക്ക്. യാതൊരു അപകടവുമില്ല. പാടില്ല, രവിചേട്ടന് ഇലക്ട്രിക് ഷോക്ക് കൊടുക്കാൻ പാടില്ല. വരൂ, ഉടനെ ഹോസ്പിറ്റൽ പോയി വേണ്ടെന്ന് പറയുന്നു. നീ എന്താണ് ഈ പറയുന്നത്? ഡോക്ടറെക്കാൾ നിശ്ചയം നിനക്കാണ്. രവിചേട്ടന്റെ കാര്യത്തിൽ അതെ, സംസാരിച്ച് സമയം കളയാതെ വരണം അച്ഛാ. ഷോക്ക് കൊടുക്കാൻ പാടില്ല. ഷാക്ക് നാളെ കൊടുക്കുള്ളൂ. പക്ഷെ വേണ്ടെന്ന് പറഞ്ഞാൽ ഡോക്ടർ സമ്മതിക്കണ്ടേ? സമ്മതിപ്പിക്കണം. എനിക്കൊന്നും മനസ്സിലാകുന്നില്ല മോളെ. ക്ഷമിക്കണം, ഞാൻ ഇതുവരെ അച്ഛനോട് പറഞ്ഞില്ല. എന്താണ്? രഘുചേട്ടന് വാസ്തവത്തിൽ ഒരു സുഖേടുമില്ല, വെറുതെ അഭിനയിക്കാണ്. അഭിനയിക്കുക? നീ എന്താണ് മോളെ പറയുന്നത്? വെറും പരമാർത്ഥം. പരമാർത്ഥം? ഉസ്മാൻ, റോളിൽ നിന്ന് ഫക്കീറിന്റെയും പാസുടെയും പേര് വെട്ടിക്കളഞ്ഞേക്കും. ഇന്നു മുതൽ അവർ ഈ തോട്ടത്തിലെ ജോലിക്കാരല്ല. അയ്യോ, പാസി എന്റെ അളിയനാ. ഓഹോ, അതുകൊണ്ടാണോ അവൻ ചോദിക്കാതെയും പറയാതെയും ഫക്കീറിന്റെ പറയാൻ പോയത്? അതോ താൻ പറഞ്ഞയച്ചതാണ്? ദൈവത്തിനാണ് എന്റെ കണ്ണു ദൃഷ്ടിയാണ്, ഞാൻ അറിഞ്ഞതല്ല. ന്യായത്തിന് തന്റെ പേര് വെട്ടിക്കളയേണ്ടതാണ്. അത് ജിയാക്ക് ഭാഗ്യമെന്ന് കരുതി. ഉസ്മാൻ, 2ന്റെയും പേര് വെട്ടിക്കളഞ്ഞേക്കും. അങ്ങനെ ചെയ്യരുത്. ഇവിടെ എവിടെ ഈ കുളിമുറി? സലാമുണ്ടപ്പ.
ഇവിടെ എവിടെയാണ് ഈ കുളിക്കാനെ കൊണ്ടുള്ള മുറി? നിങ്ങൾ നമ്മളാണ് പയൽമാൻ പക്കീർ. ഞങ്ങൾ രോഗിയും കൊണ്ട് വന്നതാ. അവിടെ തന്നെ. സീതയും രാമനും എന്നതുപോലെ നമ്മൾ ഒന്നായി വാണിട പറഞ്ഞീട്. സീതയും രാമനും എന്നതുപോലെ നമ്മൾ. ഓമനെ, നീ വന്നോ? എത്ര നാളായി ഞാൻ കാത്തിരിക്കുന്നു. നിന്നെ ആ സിനിമയിൽ കണ്ട അന്ന് മുതൽ നിന്നെ കാണാൻ ഞാൻ കൊതിച്ചു. അയ്യോ, നീ എന്നെ പ്രേമിക്കുന്നില്ലേ? ഇല്ല. എങ്കിൽ ഞാൻ നിന്റെ മുമ്പിൽ മരിക്കും. വേഗമായിട്ട് ശല്യം തീരുമല്ലോ. എനിക്ക് ഇവൾക്ക് ഇടയിൽ നിൽക്കുന്നില്ല. നിന്നെ ഞാൻ കൊല്ലു. അല്ലോ, നെല്ല് താനവിടെ കെട്ടിക്കോ. ഞമ്മ സമ്മതിച്ച്. അയ്യോ, പക്കില ചതിക്കല്ലേ. അല്ലാതെ രക്ഷയില്ല. സകല പ്രതിബന്ധങ്ങളും തകർന്നു. പാവന പ്രേമം വിജയിച്ചു. നാണം എന്തിന് പെണ്ണ്, എന്റെ പ്രേമക്കുടല്. നീയാണെന്റെ ജീവിതറാണി. ഒന്നായി വാണിടാം, ചേർന്നിടാം. ഇങ്ങനെ ഒരു സംഭവം ഈ ആശുപത്രിയുടെ ചരിത്രത്തിൽ ഉണ്ടായിട്ടില്ല. ക്ഷമിക്കണം ഡാക്ടർ, എനിക്കിത് നേരത്തെ അറിയാമായിരുന്നെങ്കിൽ ഞാൻ ഒരിക്കലും രഘുവിനെ ഇവിടെ കൊണ്ടുവരില്ലായിരുന്നു. അമ്മാവനോട് പറയാത്തതിൽ എന്നെ തെറ്റിദ്ധരിക്കരുത്. സാരമില്ല ഞാൻ സാരമില്ല. അപ്പോ ഞങ്ങൾ ഇറങ്ങട്ടെ. അച്ഛാ, ആ ബാസിയും ബക്കീർ എവിടെ? അത് ശരിയാണ്, അവരെവിടെ പോയി? ഇവരുടെ ജോലിക്കാരെങ്ങോട്ട് വിളിക്കും. അപ്പൊ ഇറങ്ങട്ടെ ഡോക്ടർ. വരി, നിങ്ങളെ ഡാക്ടർ വിളിക്കുന്നു. പറയട്ടെ. കഴിഞ്ഞ തവണത്തെ പോലെ അബദ്ധമൊന്നും പറ്റരുതെന്ന് കെട്ടിനോട് പ്രത്യേകം പറഞ്ഞേക്കണം. ഇന്ന് രാത്രി പറ്റിയ സമയം. അവിടെ ആരും കാണുകയില്ല. അവൻ മാത്രം വന്നാൽ മതി. ഞാൻ മംഗളാവിലുണ്ടായിരിക്കും. കൃത്യം 12 മണിക്ക് വാതിൽ തുറന്നിട്ടേക്കും കേട്ടോ. വയ്ക്കൂ. അമ്മാവന്റെ പുറകെ അമ്മാവി. എന്നെ ഇതിനകത്ത് കിട്ടിയത് ചെല്ല്. വല്ലവരും വരുന്നതിന് മുമ്പ്.
അമ്മായി അമ്മായി അയ്യോ ആരുടെ കള്ളന്മാര് വന്ന് എന്നെ ആരും ശരിപ്പെടുത്തി കെട്ടിയിട്ട് ചെയ്യാൻ എങ്ങനെയെങ്കിലും അതിന്റെ സത്യം കണ്ടുപിടിക്കും. ആ ദ്രോഹിയുടെ ചെമ്പ് തെളിയിക്കണം. അതിനാണ് രാപകൽ ഞാൻ ശ്രമിക്കുന്നത്. അതിനുവേണ്ടി എന്റെ ജീവൻ പോലും കളയാൻ ഞാൻ ഒരുക്കമാണ്. എന്ത് വേണമെന്ന് പറഞ്ഞാൽ മതി. ആവശ്യമുള്ളപ്പോ പറയാമോ? അല്ല, അമ്മാവനുമായോ? അതെന്താടി? ഗുരുത്വമുള്ള കുഞ്ഞുങ്ങൾ അങ്ങനെ വിളിക്കും. നിന്റെ കൂട്ടാരെയും കളിയാക്കത്തില്ല. അങ്ങനെ പറയണമ്മ. ഈ ജയന്തിയുടെ നാക്കുകൊണ്ട് ഞാൻ തോറ്റു. എന്ത് ചോദിച്ചാലും തർക്കുത്തരേ പറയും. നല്ല കിഴുക്ക് കൊടുക്കണം. ഉള്ളതാ കുറെ കിഴക്കും, അപ്പോഴറിയാം. നിന്ന് കരയുന്നത്. അമ്മാവ, അയാൾ ഓഫീസിൽ വന്നതാണ്. ഞാൻ ഇറങ്ങട്ടെ. ശരി മോളെ, വിളക്ക് കാണിച്ചു കൊടുക്കും. വിളക്കെന്തിന്? വഴിയൊന്ന് കാണിച്ചു തന്നാ മതി. ഉദ്ദേശിച്ച കാര്യം നടന്നതുമില്ല. കണ്ടവന്റെ അടി ഇടിയും മേടിക്കുകയും ചെയ്തു. എന്തൊരു വേദന! 6-ാം മലിക്കല്ലേ ചവിട്ടേറ്റത്. അവൻ പറയുന്നത് കേട്ടിട്ട് എനിക്കൊരു സംശയം. എന്താണ് ഈ പറയുന്നത്? ആരെയാണ് സംശയം? ഞാൻ കൂടി ഒന്ന് അറിയട്ടെ. എന്നോട് അവൻ നാളെ ഇവിടെ തന്നെ ഉണ്ടായിരിക്കണമെന്ന് പറ. ഞാൻ ഓഫീസിൽ നാളെ അയക്കുമ്പോൾ ഉടൻ അവിടെ എത്തണം. പിടി കിട്ടിപ്പോയി. ആരെ? അവനെ തന്നെ, ആ മുഖംമൂടി. മുഖംമൂടി പിടി കിട്ടിയോ? പിടി കിട്ടിയെന്ന് മാത്രമല്ല, ചാക്കിലിട്ട് കെട്ടിക്കൊണ്ടുവന്നു. നിനക്ക് ഒരു പ്രത്യേക സമ്മാനം തരുന്നുണ്ട്. ആ ചാക്ക് അയക്ക്. ഞാൻ അവനെ ഒന്ന് കാണട്ടെ. ചുറ്റിനും നിൽക്കണം. മിന്നിക്കളയുന്ന ജാതിയാ. മാറ്റണം അവന്റെ മുഖംമൂടി. നീയോ? എന്റെ പൊന്നെ, എന്റെ പെമ്പറന്നേരെ പേടിപ്പിക്കാൻ കൊടത്തിനുണ്ട് ഈ കുന്ത്രാണ്ട് ഉണ്ടാക്കിയിട്ടോണ്ട് വീട്ടിലേക്ക് പോകുമ്പോ ഈ കാലവാടന്മാരൊന്നെ പിടിച്ചു കെട്ടി ചാക്കിനകത്ത് കെട്ടി ഇഞ്ച ചവയ്ക്കുന്ന പോലെ ചവച്ചോണ്ടാ ഇവിടം വരെ കൊണ്ടുവന്ന്. കഴുതേ, ഇവനെ പിടിച്ചുകൊണ്ടുവന്ന് നിന്നെ കാശിന് കൊള്ളാത്ത കഴുതകൾ. അവരെ സഹായിച്ചിട്ട് എന്ത് ഫലം? മുഖംമൂടി കണ്ടത് കൊണ്ട് പിടിച്ചോണ്ട് പോന്നു. ഈ വേഷം കെട്ടി ഇയാളെ വേണം. അയ്യോ, പറയല, എന്നെ വിട്ടയക്കണം. ഇവന്റെ കണ്ണ് കെട്ടി പുറത്തെങ്ങനെ കൊണ്ടുവിട്ടേക്കാം. പറഞ്ഞു പറഞ്ഞോണ്ടല്ലോ. എന്താ? പാച്ചുളച്ചേട്ടനുണ്ടോ അവിടെ? ഇല്ല. എവിടെ പോയി? എനിക്കറിഞ്ഞൂടാ. ചേടാ, ഒരു അത്യാവശ്യ കാര്യം പറയാനുണ്ടായിരുന്നല്ലോ. എനിക്കറിയാം അത്യാവശ്യ കാര്യം എന്താണെന്ന്. കള്ളുഷാപ്പിൽ പോവാനല്ലേ? അതിന് നീ അച്ഛനെ കൂട്ടുപിടിക്കേണ്ട. അതല്ല കൊച്ചേ, ഇതൊരു വൻ രഹസ്യമാ. അത് നീ കേൾക്കുമ്പോ നീ നിന്റെ അച്ഛന് ഞെട്ടും. ഞെട്ടി തറയെ വീഴും. ആ ബടായി ഒന്നും ഈ പെണ്ണിനോട് വേണ്ട. ബെടായോ? എന്നാ കേട്ടോ, ഇന്നാളെ ആരാണ്ടർ കൂടെ ഒളിച്ചോടിപ്പോയ നിന്റെ അനിയത്തിയല്ലേ, അവളെ ഞാൻ കണ്ടു. ഉള്ളതോ? എവിടെ വെച്ച്? പ്രതാപന്റെ രഹസ്യ സങ്കേതത്തിൽ. എന്ത്? ഇത് നേരാണോ? എന്റെ കണ്ണ് രണ്ടും കൊണ്ട് ഞാൻ കണ്ടതല്ലേ. എവിടാണ് ആ സ്ഥലം? അത് മാത്രം ചോദിക്കരുത്, എനിക്കറിഞ്ഞുകൂടാ. അറിയാമെങ്കിൽ തന്നെ ഞാനത് പറഞ്ഞു തരികയില്ല. എനിക്ക് അവളെ ഒന്ന് കാണണം. നാണം കെട്ടത് അച്ഛനറിഞ്ഞാൽ ചത്തുകളയും. ഓഹോ, ദൈവത്തോർത്ത് പറയല്ലേ. ഇല്ല ഇല്ല. എന്നോട് ചോദിക്കാതെ രഘുവിനെ ആശുപത്രിയിൽ നിന്ന് കൊണ്ടുപോകുന്നത് ഒട്ടും ശരിയായി. അതിന്റെ കാരണം ഞാൻ പറഞ്ഞല്ലോ. അവനെ ഉടനെ തന്നെ കൊണ്ടുവരണമെന്ന് പറഞ്ഞ് അവന്റെ അമ്മ കരച്ചിലോട് കരച്ചിൽ. പിന്നെ എനിക്ക് ചെയ്യാതിരിക്കാൻ ഒക്കുമോ? കാരണം എന്ത് തന്നെയായാലും ചുമതലക്കാരനെ അറിയിച്ച് സമ്മതം വാങ്ങേണ്ടിയിരുന്നു. ചുമതലക്കാരുടെ സമ്മതം വാങ്ങിയിട്ട് തന്നെയാണ് ചെയ്തത്. ചുമതലക്കാരിയുടെയോ? അതെ, രഘുചേട്ടന്റെ അമ്മയേക്കാൾ കൂടുതൽ. മര്യാദകൾ കാണിച്ചത് പോരാ, അതിന് ന്യായം കൂടി പറയാൻ പുറപ്പെട്ടാൽ? പുറപ്പെട്ടാൽ? വാസന്തി, അച്ഛനും മകളും ഒരു കാര്യം മനസ്സിലാക്കണം. മംഗളാവി കുടുംബത്തിലെ കാര്യം നോക്കാൻ ഞാനുണ്ട്. എനിക്കെതിരായി മേലാൽ എന്തെങ്കിലും ചെയ്താൽ ആ വീട്ടിനകത്ത് നിങ്ങളെ ഞാൻ കയറ്റുകയില്ല. പറഞ്ഞേക്കാം, വലുത് കിട്ടുന്നത് ഇല്ലാതാക്കരുത്. നന്ദി കെട്ടവനെ.
തെണ്ടി തിരിഞ്ഞ് ചൊറിയും കുത്തി കയറി വന്ന നിന്നെ ആദ്യം വിളിച്ചു കയറ്റി ചോറ് തന്നവൻ ആരടാ? തോട്ടത്ത് ജോലി വാങ്ങിച്ചു തന്നവൻ ആരടാ? നീ ഇതൊക്കെ വന്നാലും മുകളിൽ ഒരുത്തരിപ്പുണ്ട്, അവനിത് മറക്കിയിടടാ. നീ ഇന്ന് വലിയ പണക്കാരൻ, ബംഗ്ലാവിന്റെ ഭരണക്കാരൻ. നിന്റെ പണവും ഭരണവും എല്ലാം തിരികെ തുണമാണ്. അത്ര എന്ത് പറഞ്ഞോ? ഇറങ്ങി പോടാ പടിക്ക് പുറത്ത്. മേലാൽ നീ പടിക്കകത്ത് കടക്കരുത്. ഇതിനെ ഞാൻ ഇറങ്ങടാ വിളി. കരുതിക്കൊള്ളി. കരുതി. മോളെ, ഇതൊക്കെയാണെങ്കിൽ ഇവനെ ഭയപ്പെടണം. എന്തും ചെയ്യാൻ മടിയില്ലാത്ത മഹാദുഷ്ടനാണവൻ. എന്റെ കാര്യം മാത്രമാണെങ്കിൽ അത് സാരമില്ല. പക്ഷേ നിന്നെപ്പറ്റി ഓർക്കുമ്പോൾ നമുക്ക് ഉടനെ തന്നെ ഇവിടെ നിന്നും ബംഗ്ലാവിലേക്ക് മാറുന്നതാണ് നല്ലതെന്ന് തോന്നുന്നു. ശരി അച്ഛാ. പഴയ ചില ഫയലുകൾ നോക്കുകയായിരുന്നു അല്ലേ? കൊള്ളാം. എങ്കിലേ എസ്റ്റേറ്റിന്റെ വളർച്ച അറിയാൻ സാധിക്കുള്ളൂ. അവിടെ നോക്കിക്കൊള്ളൂ. ജയന്തി, ഒരു കപ്പ് ചായ ഇട്ടുകൊണ്ട് വരൂ. നീ ഇന്നലെ ബംഗ്ലാവിൽ പോയാൽ കിട്ടണി വേഗം പോയി വിളിച്ചോണ്ട് വാ. എനിക്ക് ഇവരെ ഒരു സംശയം. ഇന്നലെ രാത്രി എവിടെ ആയിരുന്നു? പട്ടണത്തിൽ പോയിരുന്നു സിനിമ കാണാൻ. ഇരിക്കും, ഇതൊക്കെ അറിയാമോ? ഇക്കാലത്ത് അതൊക്കെ അറിഞ്ഞിരിക്കുന്നത് നല്ലതാ. ജയന്തി എവിടെ പോകുന്നു? ചായ ഇടാൻ പറഞ്ഞത് കേട്ടില്ലേ? പഞ്ചസാര തീർന്നു പോയി, ഇപ്പൊ വാങ്ങിച്ചോണ്ട് വരാം. ഉസ്മാൻ ഇതുവരെ വീട്ടുകാര്യങ്ങളൊന്നും എന്നോട് പറഞ്ഞില്ലല്ലോ. അതെ അതെ, അദ്ദേഹം എത്ര നേരമായി കാത്തിരിക്കുന്നു. എവിടെ? അങ്ങോട്ട് ചെല്ലാൻ പറഞ്ഞു. വഴി അറിഞ്ഞുകൂടല്ലോ. നേരെ കൂടിയാ മതി. എന്നാലും ജയന്തിക്ക് ഇത്ര തന്റെ ഇടമുണ്ടെന്ന് ഞാൻ കരുതി. തന്റെ ഇടം കൊണ്ടല്ല, നിവർത്തിയില്ലാൻ ചെയ്തു പോയതാ. കഥകളിക്കാരെ പോലെ കണ്ണും കൈയും കാണിച്ചിട്ടും കാര്യം മനസ്സിലാക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ പിന്നെ എന്ത് ചെയ്യും? ജയന്തിക്ക് ബുദ്ധി തോന്നിയില്ലായിരുന്നെങ്കിൽ അയാൾ എന്നെ കാണിച്ചു കൊടുക്കുമായിരുന്നു. ഏതായാലും ഇനിയെങ്കിലും വളരെ കരുതിയിരിക്കണം. അയാൾക്ക് നിങ്ങളെ സംശയമുണ്ടെന്ന് സദാ ഓർമ്മയിരിക്കട്ടെ. എന്നെ മാത്രമേ ഉള്ളൂ? എന്റെ കാര്യം ഞാൻ നോക്കിക്കൊള്ളാം. ഭയങ്കര തന്റെ ഇടം തന്നെ. മതി മതി, പോണം. തോട്ടത്തിൽ പെണ്ണുങ്ങൾ വരും. ഭംഗി, നീ വിചാരിക്കുന്നൊന്നും അല്ല അതിന്റെ വാസ്തവം. പിന്നെന്തോന്നാ? അയ്യോ, അത് പറയാൻ പാടില്ല. പറഞ്ഞാൽ എന്റെ കുടല് വെളിയിൽ ചാടും. പറഞ്ഞില്ലെങ്കിൽ കുടലകത്ത് കിടന്ന് പോരിയും. ഇന്നലെ നിങ്ങൾ എവിടെ പോയിരുന്നെന്ന് പറയാതെ ഈ പങ്കി അടുക്കളയിൽ കയറില്ല. അയ്യോ, കുടഞ്ഞല്ലോ ദൈവമേ. താനെന്താ ജോലിക്ക് പറഞ്ഞത്? ഞാൻ പോകാൻ തുടങ്ങാൻ ഭാവിക്കായിരുന്നു. മടി പിടിച്ച കൂട്ടം. വീട് തോറും ചെന്ന് നോക്കിയില്ലെങ്കിൽ ഒരെണ്ണം ജോലിക്ക് പോയില്ല. ഞാൻ വരുന്നവരെ താൻ ആഫീസിൽ തന്നെ ഇരിക്കണം കേട്ടോ. അതെ, വല്ലാത്ത ആസാമി തന്നെ. അയാൾ എന്താ ഇന്നിവിടെ കാവലിരുന്നത്? ഇന്നലെ രാത്രി നേരം വെളുക്കുന്നത് വരെ എങ്ങാണ്ട് പോയി കിടന്നേച്ച് ദേഹം മുഴുവൻ ചാർജ് മുറിഞ്ഞ് ഇവിടെ വന്നു കയറി. എവിടെ പോയി എന്ന് ചോദിച്ചിട്ട് തല്ലി കൊന്നാ പറയൂല. ഇന്ന് ജലപാനം പോലും കൊടുത്തില്ല. എന്താ ചിരിക്കുന്നത്? ഓ, ഒന്നുമില്ല, പാവം. കുടിക്കാൻ വല്ലത് കൊണ്ടോ വല്ലാത്ത ദാഹം. ഇരുന്നാട്ടെ, ഞാൻ കാപ്പി കൊണ്ടുതരാം. എത്ര നേരമായി? ഒരു ദാഹക്കാരൻ ഇറങ്ങിയിരിക്കുന്നു. ശ്വാസം പൊട്ടിച്ചു കളഞ്ഞല്ലോ ദ്രോഹി.
ഭാര്യയും ഭാസ്യം പിടിച്ചു കെട്ടി ഇവിടെ കൊണ്ടുവരണം. അതാ ആ പോകുന്ന അവന്മാരല്ലേ? വാ നോക്കാം. ഇങ്ങനൊരു നാടകം കണ്ടിട്ടേ ഇല്ല. ഇതെന്താണ് നാടകം? എവരൊക്കെ എവിടെ പോയി കിടക്കുന്ന? ആലോചിക്കാനൊന്നുമില്ല. എങ്ങനെയെങ്കിലും പ്രതാപന്റെ ഭരണം അവസാനിപ്പിക്കണം. പോലീസിനെ അറിയിച്ചാലോ? പ്രയോജനമില്ല. പോലീസിന് ഇടപെടാൻ തക്കവണ്ണം യാതൊരു തെളിവും നമുക്കില്ല. കേസ് കൊടുത്താൽ വളരെ കാലം വേണ്ടി വരും അത് വിധിക്കാൻ. പിന്നെ എന്ത് ചെയ്യാനൊക്കും മോനെ? കയ്യും കളവുമായി പിടികൂടാം. കൊലയും തൊഴിലാക്കിയിട്ടുള്ള ഒരു കൂട്ടം ആളുകൾ അവന്റെ കൂടെ ഉണ്ടെന്നുള്ള കാര്യം മറക്കരുത്. അതെനിക്കറിയാം. എങ്കിലും അവന്റെ രഹസ്യ സങ്കേതം കണ്ടുപിടിച്ചാൽ നാം ജയിച്ചു. അതിനുവേണ്ടിയാണ് ഞാൻ മധുവിനെ ഇങ്ങോട്ട് വരുത്തിയത്. ആ കൊച്ചനെ ഞാനൊന്ന് കണ്ടിട്ട് പോലുമില്ല. ഇന്ന് വൈകുന്നേരം കാണാൻ മാവ. ഇങ്ങോട്ട് വരാൻ ഞാൻ കത്തുകൊടുത്ത് അയച്ചിട്ടുണ്ട്. മധു വന്നിട്ട് എന്താണ് ചെയ്യേണ്ടതെന്ന് നമുക്ക് ആലോചിച്ച് തീരുമാനിക്കാം. ഏതായാലും കുറുപ്പിയേട്ടനും വാസന്തിയും ഇങ്ങോട്ട് താമസം മാറ്റിയത് നന്നായി. ആ പരമദ്രോഹിക്ക് നിങ്ങളോടായിരിക്കും ഏറ്റവും കൂടുതൽ വൈരാഗ്യം. എന്താ തണ്ടി? നിന്നോട് ആര് പറഞ്ഞു ഇവിടെ വരാൻ? ഞങ്ങള് പിന്നെ പിന്നെ എഴുത്തോ? ആർക്ക്? മാനേശ്വരിക്ക്. എന്തു പറയാ? മാനേശ്വരം സാറിനല്ല, അത് മറ്റേ. പ്രതാപന്റെ രഹസ്യ സങ്കേതത്തെ പറ്റി വല്ല വിവരവും കിട്ടിയോ? കാര്യങ്ങൾ കൂടുതൽ വഷളാകുന്നു. ഇനി അമ്മാന്തിച്ചാൽ കുഴപ്പമാണ്. എങ്ങനെയെങ്കിലും കണ്ടുപിടിക്കണം. ഇന്ന് രാത്രി ഇങ്ങോട്ട് വരണം. പലതും സംസാരിക്കാനുണ്ട്. സ്വന്തം രഘു. രഘു, മധു, കടുവായെ പിടിക്കുന്ന കിടുവായോ? എന്തൊരു മടത്തരം. അപ്പൊ ഞങ്ങളെന്താ അങ്ങനെ പോയാലോ? ഇത്ര ധൃതിയാണോ? ഒരു ചായയെങ്കിലും കുടിക്കാതെ? അതൊന്നും വേണ്ട സാറേ, ഒരു വീഡിയോ കൂടി വരെയോ? രണ്ടുപേരും ഞാൻ മുറിയിലിട്ട് പൂട്ടാ. അയ്യോ ഞാൻ മിണ്ടി പോകരുത്. ഒരു അക്ഷരം മിണ്ടിയാൽ അവിടെ കിടക്ക്. കൂട്ടിന് ഒരുത്തരെ കൂടി തരാം. ഗുഡ് മോർണിംഗ് സർ.
ആ, എവിടെ ആയിരുന്നു ഇതുവരെ? തോട്ടത്തിലൊന്ന് പോയിട്ട്. അതോ നല്ല സ്നേഹിതന്മാരെയും കാണാൻ പോയത്? സ്നേഹിതന്മാരും? എനിക്കേത് സ്നേഹിതൻ? എന്നെ പറ്റിക്കാമെന്ന് വിചാരിച്ച നീ ഭയങ്കരം തന്നെ. പക്ഷേ എടാ, ഇന്നോളം അതിന് ശ്രമിച്ചവരല്ല ആയുഷ്കാലം അവസാനിച്ചിട്ടേ ഉള്ളൂ. പറയുന്നത് എന്താണെന്ന് മനസ്സിലാകുന്നു. എനിക്കെല്ലാം മനസ്സിലായടാ. ദാ ഇത് കണ്ടോ, രഘുവിന്റെ വീട്ടിലേക്കല്ല, എന്റെ രഹസ്യ സങ്കേതത്തിലേക്ക്. അത് കണ്ടുപിടിക്കാനല്ലേ നീ നാടകം അഭിനയിച്ചത്? കാണിച്ചു തരാം. പക്ഷെ കണ്ടാലുടൻ നിന്നെ കാരന്റെ കൊട്ടാരത്തിലേക്ക് യാത്രയാക്കാം. എന്താ? സാറെന്തോ തെറ്റിദ്ധരിച്ച്. നിർത്താനല്ലേ പറഞ്ഞത്? വീണ്ടും എന്നെ കബളിപ്പിക്കാമെന്ന് നോക്കുന്നു. പാടാ ഇവിടെ. ഇവനെ അമറിക്കകത്തിട്ട് പൂട്ട്. ജയന്തിയോ? ഒറ്റ പ്രാണി ഇതിനകത്ത് കിടക്കാൻ നോക്കിക്കോളണം കേട്ടോ. എന്താ മോളെ? അദ്ദേഹത്തെ ആ ദ്രോഹി പിടികൂടി ആഫീസിൽ കെട്ടിയിട്ടിരിക്കുന്നു. പ്രതാപനോ? എന്തിന്? എന്തോ സംശയം തോന്നിരിക്കണം. പരമാർത്ഥമെല്ലാം അറിഞ്ഞെന്നാ തോന്നുന്നത്. ഭഗവാനെ, അത് ആപത്താണല്ലോ. ആ ദ്രോഹി എന്തും ചെയ്യാൻ മടിക്കാത്ത കാലമാടന. നമ്മളിപ്പോ എന്ത് ചെയ്യും മോളെ? അതിന് വഴിയുണ്ടച്ഛ. അച്ഛൻ ഉടനെ. ശരി മോളെ. ഞാൻ ആഫീസിന്റെ വാതിൽ കാണും. നാടകത്തിന്റെ അകത്തോട്ടുള്ള വഴി മാത്രം അറിയുള്ളൂ. ചാവാ പോവുകയാണെങ്കിലും കണ്ണു കണ്ടോണ്ട് ചാവാൻ സമ്മതിക്കത്തില്ല. തപ്പിത്തടഞ്ഞ് എങ്ങനെയാണാ സ്വർഗത്തിൽ പോകുന്നത്? നാശം വീട്ടിലെ കാറ്റ് പോയാ തോന്നുന്നത്. ഇറങ്ങി നോക്കണ. ഞാൻ അവിടെ കിടന്നു. ആരാണോ വരുന്നു? എന്താ പോയില്ലേ? വീല് വെടിയോ? നിന്നെ എല്ലാവരും കാര്യം ഏൽപ്പിക്കാൻ എങ്ങനെയാണ്? ഇവരെ നടത്തിക്കൊണ്ട് പോ. ഞാൻ മുമ്പേ പോയ കണ്ണിലെ കെട്ടഴിക്കും. ഇഷ്ടം പോലെ കണ്ടോ? നീ നിൽക്കുന്നത് എന്റെ രഹസ്യ സങ്കേതത്തിൽ. ഇവിടെ ഉണ്ട് എന്റെ എല്ലാ രഹസ്യവും.
എന്റെ രഹസ്യം കണ്ടുപിടിക്കാൻ പുറപ്പെട്ട ധീരൻ. എന്തിനാ നിന്റെ നാക്ക് താണു പോയത്? ജീവനിൽ കൊതിയുണ്ടെങ്കിൽ സത്യം പറ. നീ ആര്? രഘുവും നീയുമായിട്ടുള്ള ബന്ധമെന്ത്? പരമാർത്ഥമെല്ലാം പറഞ്ഞാൽ നിന്നെ ഒന്നും ചെയ്യുകയില്ല. പേടിക്കാതെ പറ. എങ്ങനെ പേടിക്കാതിരിക്കും? കൈ പുറകിൽ കെട്ടിയിട്ട ഒരുവന്റെ ചുറ്റിനും 4-5 പേരെ കാവൽ നിർത്തിക്കൊണ്ട് അവന്റെ നേർക്ക് വീമ്പിളക്കുന്ന വീരനല്ലേ മുമ്പിൽ നിൽക്കുന്നത്? സത്യം പറഞ്ഞില്ലെങ്കിൽ നിന്റെ ഓരോ എല്ലാം ഞാൻ ഊരിയെടുക്കും. ഇവന്മാരെ അകത്തമ്മയിൽ കൊണ്ടുപോയി അടയ്ക്കും. സത്യം പറയുമെന്നറിയാം. നിന്റെ രഘു ഉണ്ടല്ലോ, അവനെ കൊണ്ടുവരാൻ ആളയച്ചിട്ടുണ്ട്. അവൻ കൂടി വന്നിട്ട് ഒരുമിച്ച് സൽക്കരിക്കാം. അതുവരെ കാത്തിരിക്കും. ഇന്ന് പിടിപ്പത് ജോലിയായിരുന്നു പറയണം. എന്റെ എതിരാളികളെല്ലാം പിടികൂടുന്ന ജോലിയായിരുന്നു. മാലിനി, എല്ലാം ഞാൻ വിചാരിച്ച പോലെ നടന്നു. 1-2 പേര് കൂടി എത്തിക്കഴിഞ്ഞാൽ സർവവും മംഗളം. അതിന് സംശയം എന്ത്? വിചാരിച്ചത് എന്തെങ്കിലും ഇതുവരെ നടക്കാതിരുന്നിട്ടുണ്ടോ? ഇല്ല. എങ്കിലും എന്റെ ഓഫീസിൽ തന്നെ എനിക്ക് ശത്രു ഉണ്ടെന്ന് ഞാൻ ഊഹിച്ചില്ല. ഭാഗ്യം കൊണ്ട് അപകടം പറ്റുന്നതിന് മുമ്പായി അവനെ പിടികിട്ടി. ഇനി അല്പം വിശ്രമിക്കണം. ഇല്ല, 1-2 കാര്യങ്ങൾ കൂടി ഏർപ്പാട് ചെയ്യാനുണ്ട്. അതിന് ഞാൻ തന്നെ പോകണം. ഓ, ഒരു പോക്ക്. എപ്പോ നോക്കിയാലും ജോലി തന്നെ. ഇങ്ങനെ ഒരു ജോലിയുണ്ടോ? ഇവിടെ ഒരുത്തി കാത്തിരിക്കുകയാണെന്നുള്ള കാര്യമെങ്കിലും ഓർമ്മ വേണ്ടേ? കണ്ണു നിറയെ ഒന്ന് കാണാൻ പോലും കിട്ടിയില്ലെന്നായല്ലോ. ഇന്നെ അങ്ങ് പോകണ്ട, വരണം. ഇല്ല മാലിനി, എനിക്ക് പോയേ പറ്റൂ. ഞാൻ ഉടനെ അതെ, നിന്റെ കൂടെ പിറന്ന ജയന്തി തന്നെ. നീ എന്തിനിവിടെ വന്നു? നിന്നെ നേരിട്ടൊന്ന് കാണാൻ, നിന്റെ ഈ പ്രൗഢിയും പ്രതാപവും കണ്ട് രസിക്കാൻ. നാണവും മാനവും വിറ്റു നിന്ന നാശം പിടിച്ചവിടെ. ഇതെന്റെ ഇഷ്ടം. നീ ആരെന്നെ ഉപദേശിക്കാൻ? നിലവിട്ട് സംസാരിച്ചാലുണ്ടല്ലോ. നിലയോ? പിച്ചക്കാശിന് വേണ്ടി എല്ലാ നിലയും നശിപ്പിച്ച നീയാണോടി നിലയെപ്പറ്റി പറയുന്നത്? നിർത്ത്. നീ എന്റെ ചേട്ടത്തി ആയതുകൊണ്ട് നിന്നെ ഞാൻ വെറുതെ വിടുന്നു. ചേട്ടത്തി? നിനക്ക് നാണമില്ലല്ലോടി എന്നെ ചേട്ടത്തിന്ന് വിളിക്കാൻ. മഠയി, നീ മരണത്തിന്റെ വായിലാണ് നിൽക്കുന്നതെന്നറിയാമോ? അറിയാം. പക്ഷേ നീയും നിന്റെ പ്രതാപനും അവന്റെ കള്ളക്കൂട്ടവും കൊലമരത്തിന്റെ നിഴലിലാണെന്ന് നിനക്കറിയാമോ? അവരെ കാട്ടിക്കൊടുക്കാൻ പുറപ്പെട്ട എനിക്ക് മരണം നിസ്സാരമാണ്. എന്തു പറഞ്ഞ്? കാട്ടിക്കൊടുക്കാനോ? അത്രയ്ക്കായോ? എടുത്തോ. താൻ എവിടെ പോയിരുന്നു? തന്നെ കൊച്ചമ്മ വിളിക്കുന്നതായിട്ടല്ല. എന്നെ എണ്ടിപ്പോകരുത്. എടുക്കാഭരണങ്ങളെല്ലാം. നിന്റെ പ്രതാപം ഒന്ന് നിന്നെ രക്ഷിക്കും. കൊച്ചമ്മ വിളിച്ചു? കുറച്ചു മുമ്പേ വിളിച്ചെന്ന് പറഞ്ഞല്ലോ. ഇല്ല, നീ പോ. കയ്യെ കടിക്കാതപ്പാ. എന്നാ ഞമ്മക്ക് കഴിയുമല്ലോ. മഹാഭാവികൾ കയ്യും കെട്ടിക്കളഞ്ഞല്ലോ. പുറവും ചൊറിയാൻ വയ്യ. ഫക്കീറെ, ആ തലയിട്ട് പുറവും ചൊറിഞ്ഞാലേ തന മതിലുമ്പ കൊണ്ടുപോയിട്ടൊന്ന് വരച്ചേ. കൈ കെട്ടിക്കുമ്പോഴാണ് മതിൽ കൊണ്ടിട്ട് വരയ്ക്കുന്നത്.
ജയന്തി, നീ ഇവിടെ? അതൊക്കെ പിന്നെ വേഗം ആ കൈയും കാട്ടും. ഇതാ ഇനി വയറ് നിറച്ച് വന്നത് കഴിക്കുകയും കൂടെ ചെയ്താൽ ആരോട് വരട്ടെ നോക്കാം. നീ മുറിയിന്ന് പുറത്തിറങ്ങിയിട്ടില്ലേ? പറഞ്ഞ പോലെ ഈ മുറിക്കകത്തുനിന്ന് പുറത്തിറങ്ങണമല്ലോ, അതിനെന്ത് വഴി? ഇവിടെ അരിവെപ്പൊന്നും ഉണ്ട്. നിനക്കൊക്കെ കൊലച്ചോറ് വെക്കുന്നുണ്ട്. എന്നാ പിന്നെ അതിന് അഡ്വാൻസ് ആയിട്ട് തരരുതോ? കൊല്ലുന്ന പിന്നെ സൗകര്യമായിട്ട് കൊല്ലുണ്ടാ മതി. ഒന്ന് മിണ്ടാതിരിക്കടാ വയറ. നിന്റെ അച്ഛന്റെ പേര് എന്റെ പേര് പറ. തെണ്ടി. ആ, അത് നിന്റെ അപ്പന്റെ പേര്. എന്റെ പേര് പറ. തെമ്മാടി. ആ, അതാണ് നിന്റെ പേര്. ചൂടുണ്ടെങ്കിൽ കഥ തുറക്കാവടാ, ഏമാണിങ്ങി വരട്ടെ. അല്ല, പുറപ്പെട്ടു. നേരം വെളുക്കുന്നവരെ ആയിരിക്കും പരിപാടി. അത് ചോദിക്കണോ? കഥകളി എന്ന് പറഞ്ഞാൽ അച്ഛൻ 10 ദിവസം ഉറക്കം വിളിക്കും. അത് ശരിയാണ്. ഇന്ന് എല്ലാം ഒന്നാം കിട നടന്മാരാ. പൊട്ടിക്കും. വരുന്ന എന്റെ അമ്മയെ ഞാനില്ല, അച്ഛനും മോളും കൂടെ പോയാ മതി. അല്ല, നീ എങ്ങോട്ട് പോകുന്നു മാലിനി? കാത്തിരുന്ന് മടുത്തു. ഓഹോ, അതുകൊണ്ട് എന്നെ അന്വേഷിച്ചിറങ്ങിയതാണോ? ശരി, വാ, വല്ലത് കഴിക്കും. ആരാ അവിടെ? വല്ലതും കൊണ്ടുവാ കഴിക്കാൻ. മാലിനി, നീ എന്താ പതിവില്ലാതെ അകന്നു മാറി നിൽക്കുന്നത്? തരി കുറിച്ചാണ്. അല്ല, പിന്നെ ഇവിടെ വന്നിരിക്കൂ. അങ്ങനെയോ? അല്ലേ, ഞാൻ ഇപ്പൊ വന്നേ. അയ്യോ, വിശന്ന് കുടല് ദഹിക്കുന്നേ. പൊരിച്ച ഇറച്ചിയുടെ ഒരു മണം. അയ്യോ, അത് തിന്നുന്നവന് വയറ്റിളക്കവും ഛർദിലും വന്ന് കാണാൻ പിടിക്കണേ ഭഗവാന്. ഒന്ന് കണ്ടെങ്കിലും മതിയായിരുന്നത്. അല്ലോ, ഇതിന്റെ ഔട്ടൂടി ഒന്ന് നോക്കിയ. അയ്യോ, നടത്തി പിടിച്ച ഒരു കോഴി. നില്ലേ ഇങ്ങോട്ട് കൊണ്ടുവരുന്നു കേട്ടോ. സാറേ, ആ പേടകത്ത് ഞാൻ ഇതിനെ കുട്ടിച്ചാന അല്ല, ഒരു പണി നോക്കട്ടെ. രക്ഷപ്പെടണ്ടേ? അതെങ്ങനെ സാറേ? 3-4 കാളമാടന്മാർ അവിടെ നിൽക്കില്ലയോ? അവന്മാരെ ഒതുക്കിയിട്ട് വേണ്ടേ നമുക്ക് ഇവിടുന്ന് വിളിച്ചാടാൻ. സാറ് വരണം, ഈ കോഴിയെ കഴിക്കണം. എനിക്ക് വേണ്ട. ആ, എന്നാലും ഫക്കീറെ നോക്കിയോ, പറഞ്ഞു പോകാതെ നോക്കിയോ.
പ്രതാപം വരുമ്പോ ഈ എല്ലാം അയക്കട്ടെ. എന്താ അവിടെ ഒരു ശബ്ദം കേട്ടത്? നോക്കിയിട്ട് വരട്ടെ. ദേവി ഇവിടെ രക്ഷപ്പെടി. അയാൾ ഇപ്പൊ വരും. ഞാൻ വന്നേക്കാം. അതെ, കാർ ഇവിടെ പോയി. കാർ വെളിയിൽ പോകുന്ന കണ്ടു. വെളിയിലോ? അതെ. അതെന്തിനാ? ഇനി നമ്മൾ എങ്ങനെ പോവും? അത് തന്നല്ലോ. ഈ കാർ ആര് വന്നതാ? കഥകളിക്കാർ വന്നതാ. ഞങ്ങളെ ബംഗ്ലാവ് വരെ ഒന്ന് കൊണ്ടുവിടുമോ? ശരി, വരണം. ആ മഹാഭാവികളെ എന്നെ വെട്ട് കെട്ടിക്കളഞ്ഞു. നമ്മളെ അമ്മാരെല്ലാം ടാങ്കിലടിച്ച് ചുമ്മാ ഇവിടുന്ന് വല്ലവരും രക്ഷപ്പെടാൻ നോക്കുന്നു. അപ്പോഴാണ് തന്നെ വീമ്പിളക്കുന്നത്. ജയന്തി വാ, നമുക്ക് ഇവിടുന്ന് ആപത്താണ്. നിങ്ങൾ പോയിക്കോ, ഞാൻ പിന്നെ വന്നേക്കാം. മധുസാറിന്റെ കൂടെ വരാമെന്ന്. നോക്കി നിൽക്കാതെ വേഗം കൊണ്ടുപോരാ. മാലിനി, മാലിനി, മാലിനി. എന്താടാ ഇത്? എന്റെ പൊന്നേമാനെ, ഞാൻ അറിഞ്ഞതല്ല. ഒരു മൂത്തിട്ട് തിന്നത് പോരാ, കള്ളം പറയുന്നോടാ. അയ്യോ, ഞാൻ തൊട്ടതേ ഇല്ലേ. പിന്നെ ആരാണ് തിന്നത്? ഞാനാണോ? അല്ലേ? പിന്നെ ഞാനാണോ? അയ്യോ അല്ലേ. എടാ, പൊരിച്ച കോഴി പറന്നു പോയടാ, എല്ലു വിട്ടിട്ടേച്ച്. എടുത്തോട്ട് പോടാ. ഇവനെയൊക്കെ ജോലിക്ക് വെച്ച് എന്നെ വേണം പറയാൻ. നീ കാട്ടിക്കൊടുക്കാൻ വന്നവളല്ലേ? എന്താണ് ഇത്ര നോക്കാൻ? നീ കാട്ടിക്കൊടുക്കാൻ വന്നവളല്ലേ? എന്താണ് ഇത്ര നോക്കാൻ? ഇതിനുള്ളിൽ വന്ന് എന്നെ തന്നെ കബളിപ്പിക്കാമെന്നോ? ഇത്ര ധൈര്യമുള്ള നീ ചെറുപ്പത്തിലേ മരിക്കേണ്ടി വരുന്നത് വാസ്തവത്തിൽ കഷ്ടമാണ്. ബോഡി
എന്താ ഇപ്പോഴെങ്കിലും ഈ പ്രതാപനെ ശരിക്കും മനസ്സിലായി? ഇപ്പോഴല്ല, ഞാൻ നേരത്തെ മനസ്സിലാക്കിയതാണ്. എന്നിട്ടാണ് അവനെ ധിക്കരിച്ചത്, എതിർക്കാൻ ശ്രമിച്ചത്. ഒരു ദുഷ്ടമൃഗത്തിനോട് പിന്നെ എന്ത് ചെയ്യണമടാ? ധിക്കാരി, നിന്റെ ജീവൻ എന്റെ കയ്യിലാണെന്നറിയാമോ? നീ നരകവേദന അനുഭവിച്ച് പിടഞ്ഞു മരിക്കേണ്ടെങ്കിൽ നിന്റെ മകളെ എനിക്ക് വിവാഹം ചെയ്തതെന്ന് എന്നോട് കാണിച്ച ധിക്കാരത്തിന് മാപ്പ് ചോദിക്കും. നാണം കിട്ടവനെ, നിന്റെ നാവ് പൊങ്ങിയല്ലേ ഇത് പറയാൻ? എന്റെ മകളെ നിനക്ക് വിവാഹം ചെയ്തിരുന്നതല്ലേ? എനിക്ക് ജീവനുള്ളപ്പോൾ ഞാൻ സമ്മതിക്കില്ല. നീ സമ്മതിക്കില്ലല്ലേ? നിന്നെ കൊണ്ട് ഞാൻ സമ്മതിക്കുന്നത് കാണണം. ഇപ്പോഴെന്ത് പറയുന്നു? പറ, സമ്മതിക്കുന്നു? ഇല്ലടാ, ഇല്ല. നീ എന്നെ കൊല്ല്, നിന്റെ രക്തദാഹം തീരട്ടെ. നീ എന്നെ തല്ലിക്കൊല്ല്, എങ്കിൽ എന്റെ മകളെ ഞാൻ കുഴി കൊടുക്കുകയില്ലടാ, കുഴി കൊടുക്കുകയില്ല. ദ്രോഹി, രണ്ട് തിരിഞ്ഞ് നടന്നപ്പോൾ നിനക്ക് ആഹാരം തന്നതിന്റെ നന്ദിയാണോ ഇത്? ആ ചാട്ട എന്റെ നേർക്കാകട്ടെ. ചുടിയുണ്ടെങ്കിൽ ഇതാ നിന്റെ മകൾ അനുഭവിക്കുന്ന മരണവേദന കണ്ണു നിറയെ കാണും. എടാ കൃഷ്ണ, ജയന്തി, എന്റെ നില കണ്ട് രസിക്കാൻ വന്നതാണോ? ദ്രോഹി. അല്ല, നിന്നെ രക്ഷിക്കാൻ വന്നതാണ്. വേഗം പോകൂ. എന്ത്? എന്നെ പരിഹസിക്കുകയാണോ? നിന്റെ പ്രതാപന്റെ അടവാണോ ഇത്? പ്രതാപൻ അവൻ എന്നെ വഞ്ചിച്ചു. ഞാനതിന് പകരം ചോദിക്കാൻ പോവുകയാണ്. മാലിനി, ജയന്തി, നീ വേഗം അവിടെ നിന്ന് രക്ഷപ്പെട്ടു പോകും. നിന്റെ പരാക്രമം ഒരു പൊന്നിനോടാണോ നീ കാണിക്കുന്നത്? വേണമെങ്കിൽ എന്നെ തല്ലിക്കൊല്ലണം. പക്ഷേ എന്റെ മകൾ മുമ്പിൽ വെച്ച് പിടഞ്ഞു മരിക്കും. അത് കാണുന്നുണ്ടെങ്കിൽ ഞാൻ മരിക്കും. എനിക്കിത് കാണാൻ വയ്യ. എടാ പരമാവധി നിർത്ത്, നിർത്ത്. പറയുന്നത് അനുസരിക്കാമോ? ഞാൻ വേണ്ട, അച്ഛന്റെ മകൾ മാനമായി മരിച്ചോട്ടെ. നോക്കിയിരിക്കാ. മാലിനി, ആ വിളി കേട്ടടങ്ങുന്ന കാലം കഴിഞ്ഞു. കൊടും ചതിയ. ഇത്ര കാലം പഞ്ചാര വാക്കുകൾ കൊണ്ടെന്നെ കബളിപ്പിച്ചതിന്റെ ഫലം നീ അനുഭവിക്കണം. നിനക്ക് വാസിന്റെ വിവാഹം കഴിക്കണം, അല്ലേ? എന്നിട്ട് ലക്ഷാധിപതിയായി സുഖിക്കണം. നിനക്ക് വേണ്ടി എല്ലാം ഉപേക്ഷിച്ച എന്നെ പഴമ്പുതി പോലെ വലിച്ചെറിയണം. മഹാഭാവി, നിന്നെ ഞാൻ ഇതന്നെ. നിന്നെ വിശ്വസിച്ച മടയും. പക്ഷേ ആ മടത്തരം മേലാൻ എനിക്ക് പറ്റുകയില്ല. മറ്റൊരുത്തിനു കൂടെ ജീവിക്കാൻ ഈ ജന്മം ഞാൻ നിന്നെ അനുവദിക്കുകയില്ല. സംസാരിച്ചിട്ട് നിൽക്കവിടെ. ഞാനൊന്ന് പറയട്ടെ. എനിക്കൊന്നും കേൾക്കണ്ട. ജയന്തി, നിന്റെ ചേച്ചി. ചേച്ചി, ഞാൻ നിങ്ങളെല്ലാം അപമാനിച്ചു. അതിന്റെ ശിക്ഷ അവന്റെ കൈകൊണ്ട് തന്നെ. മരണം ഇല്ല മാലിനി, നീ മരിക്കയില്ല. ഞാൻ നിന്നെ വീട്ടിലേക്ക് കൊണ്ടുപോയി. വീട്, അച്ഛൻ, മാപ്പ്, ജയന്തി,
എങ്ങോട്ട് പോയി എന്നറിഞ്ഞിരുന്നെങ്കിൽ. അതാ വരുന്നുണ്ട് ഇൻസ്പെക്ടർ. ഇൻസ്പെക്ടർ. അതെ, നിങ്ങളെ കാത്തിരിക്കുകയായിരുന്നു. എന്റെ ഭാഗ്യം. ഇൻസ്പെക്ടർ, ഈ അക്രമിയെ അറസ്റ്റ് ചെയ്യണം. ഇവരെന്നെ കൊല്ലാക്കൊല ചെയ്തു. കഷ്ടമായി. എന്തൊരു അക്രമമാണിത്! ഈ നാട്ടിൽ പോലീസും നിയമവും ഇല്ലാത്ത രീതിയിലല്ലേ മുഖംമൂടിയും ധരിച്ചുകൊണ്ട് ഇവർ നടന്നു മാനം മര്യാദയായി ജീവിക്കുന്നവരെ ഉപദ്രവിക്കുക. ഈ നാട്ടിൽ നിയമമുണ്ട്, അത് പാലിക്കാൻ പോലീസുമുണ്ട്. അത് ഇവനെ ഉടൻ ബോധ്യപ്പെടുത്തണം. ധൃതി എന്ത്? അടക്കലടാ. ഇവരെ അറിയൂ? ഇവരെന്തെല്ലാമാണ് ചെയ്തിട്ടുള്ളതെന്നറിയാം. തന്റെ ആളുകൾ എല്ലാം സമ്മതിച്ചു കഴിഞ്ഞു. ബംഗ്ലാവിലെ മേനവൻ അദ്ദേഹത്തിനെ കൊന്ന് വിൽപ്പത്രവും ആഭരണങ്ങളും പൊട്ടിച്ച് താനല്ലേ? എന്റെ അച്ഛനെ ഈ ദ്രോഹി കൊന്നതാണ്. നന്ദി കെട്ട മൃഗമേ, നിന്നെ! ഇവന്റെ തൊലി ഉരിച്ച് കാന്താരികൾ അരച്ചു വരുത്തി കെട്ടിവലിച്ചുകൊണ്ട് റോട്ടിൽ കൂടെ നടക്കണം. ഏമാനെ ഒരു 2 മിനിറ്റ് നേരത്തേക്കൊന്ന് മാറി തന്നാൽ ഇവനെ ഞാൻ ഒരു പരുവത്തിലാക്കി തരാം. എന്താ വടാ കുറിച്ച് നോക്കുന്നത്? ഇതിനുള്ള ശിക്ഷ നിശ്ചയിക്കേണ്ടത് നമ്മളല്ല, കോടതിയാണ്. എന്നെ ചതിച്ചോടാ ദ്രോഹികളെ. ചോറ് തന്നവൻ ചതിച്ച നീ തന്നെ അത് പറയണം. കൊണ്ടുപോ. മിസ്റ്റർ രഘു, നിങ്ങളൊരു മായാവിയാണെന്ന് ഞാൻ അശേഷം കരുതി. നിങ്ങൾ കാരണം ആ കൊലപാതകയെയും അവന്റെ ആളുകളെയും പിടികൂടാൻ സാധിച്ചു. കൺഗ്രാറ്റുലേഷൻ. എല്ലാം എന്റെ ഈ സ്നേഹിതന്റെ സഹായമാണ്. മധു, ഈ തോട്ടത്തിലെ കാര്യങ്ങളൊക്കെ നോക്കി ഇവിടെ താമസിക്കരുത്. ക്ഷമിക്കണം രഘു, നീ പറഞ്ഞതുകൊണ്ട് കുറച്ചുനാൾ കള്ളവേഷം കെട്ടി ഞാനിവിടെ കഴിഞ്ഞെന്നല്ലാതെ ഇത്രയും വലിയ തോട്ടത്തിന്റെ ചുമതല ഏറ്റെടുക്കാനുള്ള കഴിവ് എനിക്കില്ല. എന്നെ പോകാൻ അനുവദിക്കണം. നിർബന്ധമാണെങ്കിൽ പോകൂ. പിടിച്ചു നിർത്താൻ എനിക്ക് അധികാരമില്ലല്ലോ. അതാ എന്റെ കാറ്. എന്ത്? എന്റെ വീട് വരെയോ? പിന്നല്ലാതെ അത്രയുമെങ്കിലും ഞാൻ ചെയ്യണ്ടേ? കാർ ഇങ്ങോട്ട് കൊണ്ടുവരുന്നത് നീ തന്നെ. എന്താ ഇനി ഇങ്ങോട്ട് വരാൻ ഉദ്ദേശമില്ലേ? ഞങ്ങളുടെ കല്യാണത്തിന് പോലും കണിശമായും വരും. അതുവരെ കാറ് നിന്റെ വക. ശരി, പുറപ്പെടാം. നീ ആരെയാ നോക്കുന്നത്? പിന്നെ ജയന്തിയോട് യാത്ര ചോദിച്ചില്ല. അത് ഞാൻ പറഞ്ഞേക്കാം. എന്താ പോലെ? ശരി, കയറാം. ചെന്നവിടുന്ന് എഴുത്തേക്കണേ. ഗുഡ് ബൈ. ഗുഡ് ബൈ. ബൈ ബൈ. ബൈ ബൈ. അങ്ങനെ അങ്ങ് പോയാലോ സാറേ?
സാറേ ഈ വേല ഞങ്ങളോട് വേണ്ടായിരുന്നു 4 പേരറിഞ്ഞ് മംഗളമായിട്ടുള്ള അടിയന്തരമൊക്കെ നടത്തി സുഖമായിട്ട് അങ്ങ് പോയാൽ മതി. ഇങ്ങോട്ട് ഇറങ്ങാൻ. ഒറ്റയ്ക്ക് വന്ന് നീ ഒരുത്തിയും കൊണ്ട് വീട്ടിൽ ചെന്ന വീട്ടുകാർ വിഷമിക്കും. അല്ല എന്തിനു പോകുന്നു? 2 പേരും കൂടെ ഇവിടെ ഈ തോട്ടത്തിന്റെ മാനേരിത്തിയായിട്ട് കഴിയാമല്ലോ. അപ്പൊ നിങ്ങളെല്ലാരും കൂടെ എന്നെ കുരങ്ങളിപ്പിക്കായിരുന്നല്ലേ? അല്ല കുഞ്ഞ്, നിന്നെ ഞങ്ങൾ മണവാളനാക്കുകയല്ലായിരുന്നു. 2 കല്യാണം കൂടെ ഒന്നിച്ച് നടത്താൻ പോവല്ലേ?